നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് മെച്ചപ്പെടണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് മനിസ്തവ യൗമാഹു ഫഹുവ മഖ്ബൂനു. ഇന്നലെ പോലെ ആവരുത് ഇന്ന്. അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നിടത്ത്, ആത്മീയമായ ആലോചനകൾ ഉള്ളിടത്ത് ഇന്നലത്തേതിനേക്കാൾ നമുക്ക് ശക്തി ഉണ്ടാവണം. ആഖിറം ഓർക്കുമ്പോൾ പഴയ കാലത്ത് അങ്ങനെ കരച്ചിലൊന്നും വരാറില്ല. ഇപ്പോൾ നന്നായി നമുക്ക് കരയാനാവുന്നുണ്ട്, അല്ലെങ്കിൽ പേടി വരുന്നുണ്ട്, അള്ളാഹുവിൽ പ്രതീക്ഷ കൂടുന്നുണ്ട്. അങ്ങനെ ഇന്നലത്തേതിനേക്കാൾ ഇന്ന് മെച്ചാവണം. പണ്ട് പേരോട് ഉസ്താദിൻ്റെ വയല് കേൾക്കുമ്പോൾ കരച്ചിൽ വരാറുണ്ട്. ഇപ്പം എന്താണെന്ന് അറിയില്ല എന്നുള്ളത് വയല് പറയുന്ന ആളുടെ അല്ല, നമ്മുടെ പ്രശ്നമായിട്ട് നമ്മൾ കാണണം. അതാണ് മനിസ്തവ യൗമാഹു ഫഹുവ മഖ്ബൂനുൻ. ഇന്നലെയും ഇന്നും ഒരേപോലെ അയാൾ പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റമദാൻ തുടങ്ങുന്നതിന് മുമ്പും റമദാനിൻ്റെ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളിൽ എന്താണ് വ്യത്യാസം ഉണ്ടാവുന്നത്? ഈ വയലിൻ്റെ മജ്‌ലിസ് ആരംഭിക്കുമ്പോഴും ഇന്നും ആവുമ്പോൾ എന്ത് മെച്ചമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഒരാളുടെ ജീവിതത്തിൻ്റെ ഗ്രാഫിൻ്റെ വിവിധ തരം റൂട്ടുകൾ മഹാന്മാരെ എഴുതി വെക്കുന്നുണ്ട്. 3 തരത്തിലാണ് മനുഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ ഗ്രാഫ് പോവുക. ഒന്ന്, വളരെ മോശം ജീവിതം നയിച്ച ഒരാൾ, നാട്ടിലെ തമ്മാടി അല്ലെങ്കിൽ ഫ്രോഡ് എന്നൊക്കെ വിളിക്കാൻ പറ്റും. വളരെ മോശം ജീവിതം ആയിട്ട് നീങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയാം. അയാൾ ലഹരിയിലായും തെറ്റുകുറ്റങ്ങളിലായും ജീവിതത്തെ അടിച്ചു പൊളിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ സിദ്ധാന്തമായ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ആരും എന്നെ കൺട്രോൾ ചെയ്യേണ്ടതില്ല, ഞാൻ എപ്പോൾ വേണമെങ്കിൽ ബീച്ചിൽ വരും, നിങ്ങളാരാ അത് ചോദിക്കാൻ എന്ന കോൺസെപ്റ്റിലാണുള്ളത്. അയാൾ എവിടുന്നോ ഒരു ക്ലിപ്പ് കേട്ടിട്ടോ വയലിൻ്റെ ശകലം കേട്ടിട്ടോ ഏതോ ഒരു ഉസ്താദിൻ്റെ ഉപദേശം കേട്ടിട്ടോ പെട്ടെന്ന് മനസ്സ് മാറി. പിന്നെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെല്ലാം ഖളാ വീട്ടി. പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിന്നു. അയാൾ നല്ല ജീവിതത്തിലേക്ക് പതിയെ പതിയെ കയറി തുടങ്ങി. അയാളെ ഗൾഫിലേക്ക് അയച്ചത് തന്നെ നാട്ടിൽ നിന്നാൽ ഇവനിക്കാര് പെണ്ണ് കെട്ടിച്ചു കൊടുക്കൽ എന്ന നാട്ടുവാർത്തമാനൊന്ന് ഒഴിവാവാനാണ്. അവിടെ എത്തി ICFൻ്റെ ആത്മീയ ക്ലാസ്സിലോ RSCയുടെ ചടുലമായ സംഘടനാ പ്രവർത്തനത്തിലോ അയാൾ ആകർഷിച്ച് അയാൾ നന്നാവാൻ തീരുമാനിച്ചു. പിന്നെയാണ് പെട്ടെന്ന് അയാൾക്ക് ഒരു തോന്നൽ, വാപ്പനി ഉമ്മനി ഒന്ന് ഉംറക്ക് കൊണ്ടുവന്നാലോ. മൂപ്പര് റിയാദിലാണ്, അല്ലെങ്കിൽ ദമാമിലാണ്, അല്ലെങ്കിൽ അൽക്കോബാറിലാണ്. അങ്ങനെ വാപ്പനും ഉമ്മനെയും അടിപൊളി ഫ്ലൈറ്റ് ടിക്കറ്റ് ബിസിനസ് ക്ലാസ് തന്നെ എടുത്ത് കൊണ്ടുപോയി. അവിടുന്ന് വാപ്പയും ഉമ്മയും കഅബൻ്റെ അടുത്തുനിന്ന് ഈ മോനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എല്ലാം പൊരുത്തപ്പെട്ടു മോനെ, നിന്നെന്തൊക്കെയോ പറഞ്ഞു, നിന്റെ പൊരുത്തക്കേട് കണ്ടിട്ട് പൊരുത്തപ്പെടണം, ആഖിറത്തിൽ ബാക്കി വെക്കരുത് എന്നൊക്കെ പറഞ്ഞു ഉപ്പിയുമ്മയും അങ്ങോട്ട് പറയാം. മോനെ വളർത്തേനും മുതലായി എന്ന് തോന്നിയ നിമിഷം മോനെ രണ്ടറ്റം മുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഉപ്പാക്കും ഉമ്മാക്കും ഒരു ഉംറ ചെയ്യാനും മദീന കാണാനും കഅബ കാണാനും മോനല്ലേ നിമിത്തമായത് എന്ന് പറഞ്ഞ് കഅബൻ്റെ അടുത്തുനിന്ന് ഉപ്പിയുമ്മയും ദ്വാരം കൊടുത്തു. അങ്ങനെ വാപ്പനെയും ഉമ്മാനെയും സന്തോഷിപ്പിച്ച് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് വാപ്പിയുമ്മയും കോഴിക്കോട് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോഴാണ് ന്യൂസ് വരുന്നത്, മകൻ വാപ്പനും ഉമ്മനെയും
യാത്ര അയച്ച് തിരിച്ചു പോകുന്ന വഴിയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചു. ആ ന്യൂസ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണെങ്കിലും സത്യത്തിൽ അവൻ ഒരു ഭാഗ്യവാനാണ്. ജീവിതത്തിൻ്റെ തുടക്കം വളരെ മോശമാണെങ്കിലും അവൻ്റെ ആഖിബത്തിൻ്റെ ഘട്ടങ്ങൾ അവൻ നന്നാക്കിയിട്ടുണ്ട്, ഗംഭീരം. ഇതാണ് മനുഷ്യരുടെ ജീവിത നിലവാരത്തിൻ്റെ ഗ്രാഫ് വിശദീകരിക്കുന്നിടത്ത് ഒന്നാമത്തെ വിഭാഗം. തുടക്കം വളരെ മോശം, പിന്നീട് അതാ നന്നാവുന്നു. ആ നന്നാവുന്നത് ഒരുപക്ഷെ ഇൻസ്റ്റയിലുള്ള ഒരു വീഡിയോ മനസ്സിൽ തട്ടിയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഏതോ ഒരാളുടെ ഉപദേശത്തിൻ്റെ ഒരു ശകലം കേട്ടതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഏതോ ഒരാൾ അതാ തോളത്ത് കൈവച്ച് എന്താ മോനെ ഇങ്ങനെയൊക്കെ വലിയ മുടിയൊക്കെ വെച്ച് നടന്നത്, എന്താണോ നീ ഒരു മുഅ്മിനല്ലേ? വല്ല അപകടത്തിലും ബൈക്കിലോ മറ്റോ വീണ് വിജനമായ ഒരു സ്ഥലത്ത് നീ അപകടത്തിൽപ്പെട്ട് പെടൻ്റെ വീണ് മരിച്ചുപോയി. 4-5 പ്രായമുള്ള ഉപ്പാപ്പന്മാർ 86, 68, 79 വയസ്സുള്ള ഉപ്പാപ്പന്മാർ സുബഹിസ്കരിച്ചിട്ട് വരുമ്പോൾ ചോരയിൽ കുളിച്ചിട്ടുള്ള മയ്യത്തായി നിന്നെ കണ്ടപ്പോൾ ആ 4 മുത്തു മുഅ്മിനീങ്ങളെ നാവുകൊണ്ട് ദിക്ർ മാത്രം ചൊല്ലിയ ആ ജീവിതം കൊണ്ട് പറയാണ്, ഇത് മോമിനെല്ലാം തോന്നട്ടെ. ഇവൻ്റെ മുടിയും താടിയുടെ കോലൊക്കെ കാണുമ്പോൾ നമ്മളെ കൗമെല്ലാം തോന്നും, മീമല്ല തോന്നും, മോമിനല്ല. അങ്ങനെ പറഞ്ഞ എന്തായിരിക്കും മോനെ? അങ്ങനെ ഒന്നും ആക്കരുതടോ. എന്താടോ നീ മുടി വെച്ചോ, മൊട്ടയോ തടിക്കണ്ടേ, പക്ഷെ ഒരു കോലം വേണ്ടേ? അപ്പൊ ആ ഉപദേശം എൻ്റെ മനസ്സിൽ തട്ടി, ശരിയല്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ആ മരിച്ച എന്തായിരിക്കും അവസ്ഥ? അതാ ഓൻ പെട്ടെന്ന് നന്നാവുന്നു. അങ്ങനെ കുറേ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഉപദേശിക്കേണ്ട പോലെ ഉപദേശിച്ചാൽ അവരൊക്കെ ശരിയാവും. അതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമതൊരു വിഭാഗമുണ്ട്. അതാരാ? നല്ല ജീവിതം, വളരെ നല്ല ജീവിതമാണ് അവരുടെ, തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം. പക്ഷേ പെട്ടെന്ന് ഒരു മാറ്റം. ഇബാദത്തുണ്ട്, ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, മൗലിദുണ്ട്, റാത്തീബുണ്ട്, എല്ലാം ഉണ്ട്. പെട്ടെന്നൊരു മാറ്റം. താടിയൊക്കെ ഭയങ്കര താടി, ഡ്രസ്സിൻ്റെ കോലൊക്കെ മാറി, ജുബ്ബയൊക്കെ ആയി. പെട്ടെന്നൊരു മാറ്റം. എന്താ മാറ്റം? ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോൾക്ക് ഷിർക്കാണെന്നുള്ള വാദമായിട്ട് വന്നു. ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബ്രീലുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പെട്ടെന്നൊരു മാറ്റം എന്ന് തോന്നണ്ട. റൂംമേറ്റായ ഒരു വഹാബി അയാളെ പറ്റിച്ചതാണ്. അയാൾ മൗലിദിത്താവൽ ഒഴിവാക്കി, മക്കളെല്ലാം സുന്നി മദ്രസയിൽ നിന്ന് മാറ്റി ചേർത്തു. പെട്ടെന്ന് അയാൾക്കൊരു മാറ്റം. നല്ല മനുഷ്യനായിരുന്നു, എന്ത് നല്ല മനുഷ്യൻ. അയാൾക്ക് മൊഹീദ്ദീൻ മാല ഏറെക്കുറെ കാണാതെ അറിയാം, നഫീസത്ത് മാലയൊക്കെ മണിയായി പാടുന്ന ആളാണ്. പെട്ടെന്നൊരു മാറ്റം. ഇങ്ങനെയുണ്ടാവും ചില മനുഷ്യന്മാർ, കുത്തനെ താഴേക്ക് ഗ്രാഫ് പോകുന്ന വിഭാഗം. ചില ആൾക്കാർ വേറൊരു മോഡലിലായിരിക്കും, നല്ല ബിസിനസ്, സക്കാത്തൊക്കെ കറക്റ്റ് കൊടുത്ത് നല്ല ജീവിതമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഏതോ ഒരു ഹറാമായ ഓൺലൈൻ ബിസിനസ്സിലൊക്കെ പെട്ടുപോയി. എടാ അത് പറ്റൂല എന്ന് ബാബ ഉസ്താദ്, കോട്ടമ്പുഴ ഉസ്താദും പൊന്മുള ഉസ്താദൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മൂപ്പര് തിരിച്ച്, ഇതിൻ്റെ ശരിക്കുള്ള റൂട്ട് അവർക്കറിയാത്തത് കൊണ്ടാണ് അവർ ശരിക്കും ഇതിനെ പറയാത്തത് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഉസ്താദ്മാർക്ക് അറിഞ്ഞിട്ടില്ല. ഇയാൾ ചെയ്യുന്ന ബിസിനസ്സിന് ഇയാൾ ന്യായീകരിക്കും. പലിശയുടെ ഇടപാടുണ്ടാവും. നല്ല ജീവിതമുള്ള ആചാരായിരുന്നു, പെട്ടെന്ന് അതാ മാറ്റം. വേറൊരു മോഡലും ഉണ്ടാവും. അനാവശ്യങ്ങളിൽ സമയം ചെലവഴിക്കാത്ത ഉപ്പാപ്പ, നല്ല മനുഷ്യൻ, വളരെ നല്ല മനുഷ്യൻ. എല്ലാ ദിവസവും ദലാൽ ഖൈറാത്ത്, വിറുദുൽ ലത്തീഫ്, ഹിസ്ബുൻ നസർ, ഇങ്ങനെ മുഅ്മിനീങ്ങൾ കൊണ്ട് നടക്കണമെന്ന് ഉസ്താദുമാർ നിർദ്ദേശിച്ച ഏറെക്കുറെ ഔറാദുകളും ഉപരി കൊണ്ട് നടക്കും. വാഖിയ, മുൽക്ക്, സജദ, റഹ്മാൻ, മുസമ്മിൽ, ജിന്ന്, ദുഖാന്, യാസീന് എല്ലാം ഒതും. പക്ഷേ മൂത്ത മോന് എവിടെന്നോ കൊടുത്തയച്ച ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് മൂപ്പര് പിന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കളിക്കാൻ തുടങ്ങി. ആര്? 68 വയസ്സുള്ള ഉപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ. എന്താ കാണുന്നത്? രാവിലെ തന്നെ സുബീസ്കാരം കഴിഞ്ഞിട്ട് പത്തനംതിട്ടയിൽ 18കാരിയെ പീഡിപ്പിച്ച് 17കാരൻ അറസ്റ്റ്. അങ്ങനെ രാവിലെ തന്നെ കാണുന്നുണ്ടോകൾ. അപ്പോൾ ആ പെണ്ണുങ്ങൾക്ക് ഇത് തീരെ പിടിക്കുന്നില്ല. ഈ ഉപ്പാപ്പൻ്റെ ഭാര്യ ഉമ്മാമ്മക്ക്, നിങ്ങൾക്ക് രാവിലെ തന്നെ ആലോക്കിൻ്റെ പീഡിപ്പിക്കുന്നത്. അപ്പോൾ ഓറോടൊരു ചൂടും. എന്ത്?
എനിക്ക് ഞാൻ കണ്ട് വേറും അടുക്കള പള്ളി ലോക വിവരമില്ല കണ്ട. സ്വലാത്തും ദിക്റും ചൊല്ലേണ്ട സമയത്ത് സ്ക്രോൾ ചെയ്ത് കാലം തീർക്കുന്ന പ്രായമുള്ള മനുഷ്യന്മാരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അയാൾ യഥാർത്ഥത്തിൽ ആ സമയം മുഴുവനും ഖൈറിന് ചെലവഴിച്ച ആളായിരുന്നു. അതാ കുത്തനെ താഴേക്ക് ഗ്രാഫ് പോവുക, കുത്തനെ താഴേക്ക്. ഓരോ ന്യൂസും ഉപരി ചെക്ക് ചെയ്തിട്ടല്ലാതെ വിടൂല. മുഴുവൻ അരിച്ചു പൊറുക്കി തെറുക്കി വെക്കുന്ന മാതിരി വായിച്ചിട്ടല്ലാതെ പോവില്ല. ഇങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്. തുടക്കം ഗംഭീരവും ജീവിതാവസാനം പാളിപ്പോകുകയും ചെയ്യുന്ന ചില മനുഷ്യർ എന്നാണ് അവരെ കുറിച്ച് കിതാബ് പരിചയപ്പെടുത്തുന്നത്. മൂന്നാമത്തൊരു വിഭാഗമുണ്ട്. അവരാണ് ഏറ്റവും ഗംഭീര A+ ഗ്രേഡുകാരായ വസാബിഖൂന സാബിഖൂൻ, A+ ഗ്രേഡുകാർ. അവരാരാ? അവർ നേരത്തെ തന്നെ നല്ല ജീവിതമുള്ളവരാ. വളരെ നേരത്തെ നല്ല ജീവിതം, തെറ്റുകുറ്റങ്ങളിലൊന്നും ഇല്ല, പരമാവധി ഖൈറാത്ത് ചെയ്യുന്ന ജീവിതം. പിന്നെന്താ അവരിലുള്ള മാറ്റം? എന്താ അവരിലുള്ള മാറ്റം? അവർക്ക് എന്താണെന്ന് അറിയില്ല. മരണം വരുന്നത് പോലെ അവർക്ക് തന്നെ ഒരു ഫീലിങ്. അത് ആദ്യമൊന്നും നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. മൂപ്പര് മരണപ്പെട്ടതിന് ശേഷം മൂപ്പരുടെ ഒരു പേരക്കുട്ടിയുണ്ട്, ഒരു മുത്താലിമായ മോൻ അല്ലെങ്കിൽ ഹാദിയ പഠിക്കുന്ന മോൾ. അവരെഴുതിയ ഒരു വാട്സപ്പ് ടെക്സ്റ്റാണ് അയാളുടെ ജീവിതത്തിൻ്റെ മനോഹാരിതയെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത്. എന്താണ് മനോഹാരിത? മരണം മുന്നേ കണ്ട ഉപ്പാപ്പ എന്നാണ് തലവാചകം. ഫാത്തിമ ഫർസാനൻ്റെ അല്ലെങ്കിൽ അബ്ദുള്ളയുടെ മരണം മുന്നേ കണ്ട ഉപ്പാപ്പ എന്നാണ് ഹെഡിങ്. അതിലെന്താ ആശയമുള്ളത്? കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഉപ്പാപ്പ സാധാരണ ളുഹ 4 റക്അത്താണ് നിസ്കരിക്കൽ. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി 8 റക്അത്താണ് ളുഹ നിസ്കരിക്കുന്നത്. റമളാൻ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തഹജ്ജുദ് സാധാരണ 4 റക്അത്താണ് ഉപ്പാപ്പ നിസ്കരിക്കാറ്. ഈ 2 ആഴ്ചക്കാലമായി 8 റക്അത്തായി ഉപ്പാപ്പ നിസ്കരിക്കുന്നു. കൂടുതൽ സമയവും സംസം വെള്ളം കുടിക്കാനാണ് ഉപ്പാപ്പ ഇഷ്ടപ്പെട്ട ഈ ഒരു മാസക്കാലം. അനാവശ്യ സംസാരങ്ങളില്ല, ബുർദകൾ ചൊല്ലുന്നു, ഖൈറാത്ത് ചെയ്യുന്നു, മരിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് മരണത്തിൻ്റെ ഒരുക്കമാണെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഉണ്ടാവും ചില മനുഷ്യന്മാർ. അവർ നേരത്തെ തന്നെ വണ്ടി 80 വിടുക. അത്യാവശ്യ റവാത്തിബ് മുഅക്കദായ എല്ലാ സുന്നത്ത് നിസ്കാരവും ഉണ്ടാവും. മരണത്തിൻ്റെ മെസ്സേജ് നേരത്തെ കിട്ടിയ പോലെ പെട്ടെന്ന് മാറ്റിയിട്ട് 120 മാറ്റും. ഇങ്ങനത്തെ ഗംഭീര മനുഷ്യന്മാർ നമ്മുടെ ഇടയിലൂടെ മരിച്ചു പോകുന്ന സ്വാലിഹീങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ആവേണ്ടത് അത്തരക്കാരാണ്. ദിവസം കഴിയും തോറും അനാവശ്യ കാര്യങ്ങളിൽ എൻഗേജ് ആവുക അല്ല വേണ്ടത്, നന്നാവാനാണ് ശ്രമിക്കേണ്ടത്. ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മളിൽ ആത്മീയമായ പുരോഗതി ഉണ്ടാവണം എന്നാണ് ഇസ്ലാം സിദ്ധാന്തിക്കുന്നത്. ഇന്നത്തെ വഅലും ഇന്നത്തെ തറാവീഹും ഇന്നത്തെ നോമ്പും നമ്മളിൽ എന്ത് മാറ്റം ഉണ്ടാക്കി എന്ന് നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ബാക്കിയുള്ള ആൾക്കാരെ വിലയിരുത്താനാണ് ഇപ്പോൾ കാലം കൂടുതൽ സമയമെടുക്കുന്നത്. അതിനു പകരം നമ്മളെ തന്നെ ഇടയ്ക്കിടെ പരിശോധിക്കുക. അതാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ ആത്മീയത എന്ന് പറയുന്നത്. ഹിസാബുൻ നഫ്സ്, സ്വന്തത്തെ ഇങ്ങനെ ഹിസാബ് എടുത്ത് പരലോകത്തെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് സ്വന്തത്തെ വിചാരണ എടുത്ത്. ഇത്രയും കൊല്ലമായിട്ട് നിസ്കരിച്ചിട്ട് ഒരു 4 റക്അത്തല്ല അവിടെ കിട്ടെ, 1 റക്അത്തെങ്കിലും മുഴു സമയം അള്ളാഹുവിനോർത്ത് നിസ്കരിച്ച ഒരു നിസ്കാരം എനിക്കുണ്ടോ എന്നിങ്ങനെ ആലോചിക്കുക. വേറെ ആരെക്കുറിച്ചെങ്കിലും ഗീബത്ത് പറയാനോ തെറ്റിദ്ധരിക്കാനോ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക, അയാളേക്കാൾ നീ നല്ല ആളാണോ മോശം ആളാണോ? നല്ല ആളാണോ? അങ്ങനെയാണെങ്കിൽ വാ അന്തവാ ഇബ്ലീസു സവാഗ്, നീയും ഇബ്ലീസും ഒരേപോലെ. അതോനോ പറേ നീയും ഇബ്ലീസ് ഒരേപോലെയാണ്. ഇബ്ലീസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം
ആദമിനേക്കാൾ ടോപ്പ് ഞാനായിരുന്നു എന്ന് പറഞ്ഞതാ. അതന്നല്ലേ നിന്റെ വാദവും? അയാളേക്കാൾ ടോപ്പ് നീയാണെന്നല്ലേ പറയണത്? അല്ല, അയാളേക്കാൾ നല്ല ആളല്ല നീ. എന്നിട്ടാണ് നീ അയാളെ ഗീബത്ത് പറയാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നീ നല്ല ആളല്ലല്ലോ. അയാളിലേക്ക് എത്താനുള്ള ഗ്രേഡ് വർദ്ധിപ്പിക്കാനുള്ള പണിയെടുക്കുന്നല്ലാതെ നീ എന്തിനാ ബാക്കിയുള്ള ആളെ കുറ്റം നോക്കുന്നത്? നിന്റെ കുറ്റം തന്നെ ശരിപ്പെടുത്താനല്ലേ നോക്കേണ്ടത് എന്ന് ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ആമുഖം ദീർഘിപ്പിക്കുകയല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരം ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് മെച്ചപ്പെടണം. നമ്മളെല്ലാവരും മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രായം എത്ര? 30 അല്ലെങ്കിൽ 35, 40. ഇനി ഇത്ര തന്നെ കാലം ദുനിയാവിൽ ജീവിക്കോ എന്ന് വിചാരിച്ചോ? ഒന്ന് ചോദിച്ചേ. അറിയില്ല. എന്നാൽ പോട്ടെ, 30 നിലവിലെ പ്രായം. ഇതിൻ്റെ പകുതി 15 കൊല്ലം ഇനി ജീവിക്കുമോ? അതും അറിയില്ല. എന്നാൽ അതിൻ്റെ പകുതിയുടെ പകുതി അറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിതത്തെ ഒന്ന് മെച്ചപ്പെടുത്തണം. മരണത്തിലേക്ക് അടുക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ആ മരണത്തിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് ഈമാനോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പറ്റണം. എന്താണ് ഈമാനോടെ മരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? ഒന്നുകിൽ അയാളുടെ ഹൃദയത്തിലും അള്ളാഹുവിനെ കുറിച്ച് ചിന്തയുണ്ട്, അയാളുടെ നാവിലും ആ ദിക്റുണ്ട്. അതാണ് ഈമാനോടെ മരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം. അല്ലെങ്കിൽ അയാളുടെ നാവിന് ചിലപ്പം ആ ദിക്ർ ഉണ്ടായിക്കോളണം എന്നില്ല, പക്ഷെ അയാളുടെ ഹൃദയത്തിൽ ദിക്ർ, അയാളുടെ ഖൽബിൽ ദിക്റുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ട്. ഇതാണ് ഈമാനോടെ മരിക്കുക എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. ഇനി ഈമാനില്ലാതെ മരിക്കുക എന്ന് പറയുന്നതിൻ്റെ താല്പര്യം എന്നാ? 2 തരത്തിലുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ നിഷേധിച്ചുകൊണ്ട് ഒരാളുടെ മനസ്സിൽ അതൊന്നും നടക്കൂല, അപ്പോൾ ഈ കാലത്ത് അങ്ങനെയൊക്കെ നടക്കും, എന്തീ പറയണത്, കുറച്ചൊക്കെ ആറാമല്ല, അങ്ങനെ ഒരു നിയമത്തിനെ നിഷേധിച്ചുകൊണ്ട് മനസ്സിൽ ഒരാളിൽ രൂപപ്പെട്ടു വന്ന ഒരാശയം ഉണ്ടായിരിക്കെ അയാൾ പെട്ടെന്ന് മരിച്ചു പോയാൽ അയാളുടെ ആഖിബത്ത് മോശമായി മരിച്ചു എന്നാണ് അർത്ഥമെന്ന് ഇമാമുൻ അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ചിന്തയിൽ നിന്നൊക്കെ മാറി ദുന്യവിയായ ചിന്തയിലായി എൻഗേജ് ആകുമ്പോൾ മരണപ്പെടുക. പറമ്പിന് സ്ഥലം, ഈ സ്ഥലത്തിന് വലിയ വില കിട്ടുമോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും, ഇങ്ങനെ ദുന്യവിയായ ചിന്ത. അത് നേരത്തെ അത്ര കടുപ്പമല്ലെങ്കിലും അയാളുടെ മരണം അത്ര നല്ല മരണമല്ല, ദുന്യാവിനെ ഓർത്തുള്ള മരണം എന്ന് ഗസ്സാലി ഇമാം സൂചിപ്പിക്കുന്നു. നമുക്ക് അള്ളാഹുവിനെ ഓർത്ത് മരിക്കാൻ പറ്റണം. ഒരു മഹാൻ്റെ അടുത്ത് അസ്റായീൽ അലൈഹിസ്സലാം വന്നപ്പോൾ അസ്റായീൽ അലൈഹിസ്സലാം ചോദിച്ച്, റൂഹ് പിടിക്കട്ടെ എന്ന് ചോദിച്ചു, പെർമിഷൻ. അപ്പം മഹാൻ തിരിച്ചു പറയാ, എത്താ അസ്റായീലേ ചോദിക്കണത്, 40 കൊല്ലമായിട്ട് ഞാനിവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്, പിടിച്ചു പോയാട്ടെ. നമുക്ക് മരണത്തെ സ്വീകരിച്ച് മരിക്കാൻ പറ്റും. അതിനെന്ത് വേണം? 2 ഏരിയയിൽ നിന്നാണ് ഇന്നത്തെ സംസാരം ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ആഖിബത്ത് മോശമാവുന്ന കാര്യങ്ങൾ, അതിൽ നിന്ന് രക്ഷപ്പെടണം. 2, ഈമാനോടെ മരിച്ചു കിട്ടാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ചില സുഹൃതങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും വേണം. അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നിങ്ങൾക്ക് ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അത് വലിയൊരു തൗഫീഖാണ്. ഒരാൾ മോശമായി മരിക്കുക, ആഖിബത്ത് ചീത്തയാവുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പരാജയം വേറെ ഇല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു പേടിയാണ്, എന്തായാലും ഞാൻ മരിക്കും, ആ മരണം മോശമായിട്ടുള്ള മരണമാവുമോ എന്ന് പേടി വേണം. സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, എപ്പോഴും പേടിക്കണം, ഈമാനില്ലാതെ ഞാൻ മരിച്ചു പോകുമോ എന്ന പേടി വേണം. ഒരാൾക്ക് ആ പേടിയില്ല എന്ന് വിചാരിക്കാം, ഞാനാ അങ്ങനെ മരിക്കാനാ, എത്ര കൊല്ലായി ഈ പ്രസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ദർസിൽ, അല്ലെങ്കിൽ മുത്തല്ലിമായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ. ഒരാൾക്ക് സ്വന്തം തോന്നുകയാണ് എൻ്റെ ഈമാൻ നഷ്ടപ്പെടൂല എന്ന് തോന്നുകയാണ്. മാ അമിന അഹദുൻ അലാ ദീനിഹി ഇല്ലാ സുലിബാന.
അങ്ങനെ ഒരാൾക്ക് തോന്നിയാൽ അയാൾ ഈമാൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മഹാന്മാര് പോലും ഭയപ്പെട്ട ഒരു കാര്യമാണല്ലോ സൂഉൽ ഖാത്തിമ, മോശമായിട്ട് മരിച്ചേക്കോ എന്ന് പേടിച്ചു. സ്ഥിരമായി ഹജ്ജ് ക്ലാസ് എടുക്കുന്ന മനുഷ്യൻ ഈമാനില്ലാതെ മരിച്ചത് കിതാബിലുണ്ട്. വർഷങ്ങളോളം പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യൻ ഈമാനില്ലാതെ മരിച്ചത് കിതാബിലുണ്ട്. നമുക്കോരോരുത്തർക്കും ആ പേടി ഉണ്ടാവണം. എൻ്റെ മരണം ഈമാനില്ലാതാവോ, അള്ളാഹുവേ എൻ്റെ മരണം ഈമാനില്ലാതാവോ എന്ന പേടി വേണം. ആ പേടി ഉണ്ടെങ്കിലേ ഈമാനോടെ മരിക്കാനുള്ള പണി നമ്മൾ എടുക്കുള്ളൂ. ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുള്ളൂ. 8 തെറ്റുകുറ്റങ്ങളെ ദഖീറത്തുൽ ഖൈർ എന്ന കിതാബ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ തെറ്റുകുറ്റങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാളുടെ മരണം ഈമാനില്ലാതെയാവാൻ സാധ്യത കൂടുതലാണ്. ഏതാണ് ആ തെറ്റുകുറ്റങ്ങൾ? 1, അക്ലു റിബ, പലിശ തിന്നുന്ന ഒരു തെറ്റ്. പലിശയുമായി ബന്ധമുള്ള തെറ്റുണ്ടെങ്കിൽ അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച തെറ്റാണത്. അള്ളാഹു ഒരു കാര്യത്തിന് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞല്ലോ, അതിനർത്ഥം ഈമാനില്ലാതെ മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു തരത്തിലും നമുക്ക് പലിശയുമായി ബന്ധം പാടില്ല. അതിനെ ന്യായീകരിക്കുന്ന ഏത് വകുപ്പുണ്ടെങ്കിലും അതിനെ നമ്മൾ ഉൾക്കൊള്ളുകയല്ല വേണ്ടത്. എനിക്കത് വേണ്ട എന്ന് തീരുമാനിക്കണം. മഹാന്മാരെല്ലാം ആ വിഷയത്തിൽ കാണിച്ച സൂക്ഷ്മത കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ചില മഹാന്മാർ ആർക്കെങ്കിലും പണം കടം കൊടുത്താൽ തിരികെ വാങ്ങുമ്പോൾ അവർ കുറച്ച് പണം കുറച്ചിട്ടേ വാങ്ങുള്ളൂ. ഉദാഹരണത്തിന് ഇങ്ങനെ എണ്ണി 1000 രൂപ എന്നൊക്കെ ഉദാഹരണം പറയാണ്. 1000 രൂപ ഒരാൾക്ക് കടം കൊടുത്തു എന്ന് കരുതുക. തിരികെ വാങ്ങുമ്പോൾ മഹാൻ പറയും 990 മതി. അതെ, അല്ല അന്ന് എണ്ണി തന്നത് ചിലപ്പോൾ 990 ആണെങ്കിലോ 1000 എന്നുള്ളത് തെറ്റിയിട്ട് സംഭവിച്ചതാണെങ്കിലോ ഞാനിപ്പോൾ 990 തന്നിട്ട് എക്സ്ട്രാ 10 വാങ്ങുമ്പോൾ പലിശയാവൂലേ? കുല്ലു കർലിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ. കടം കൊടുത്തിട്ട് ലാഭം കൊയ്യുന്ന എല്ലാ ഇടപാടും പലിശയാണല്ലോ. അതുകൊണ്ട് എനിക്ക് വേണ്ട 990 മതി എന്ന് പറയൂ. അത്ര നേരത്തെ പണമടച്ചിട്ട് പണിക്കൂലിയില്ല എന്ന ലാഭത്തിൽ ഫർണിച്ചറും ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണമൊക്കെ വാങ്ങുന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ നാട്ടിൽ. ഏത് ബിസിനസ് നമ്മൾ ചെയ്യുമ്പോഴും ഏത് ഇടപാട് പർച്ചേസ് ചെയ്യുമ്പോഴും ഫഖീഹായ ഒരാളെടുത്തുനിന്ന്, ഇൽമ പഠിച്ച ഒരാളെടുത്തുനിന്ന് ചോദിച്ചിട്ടല്ലാതെ നമ്മൾ ഇടപെടരുത്. പലിശ അതിന് ചിലപ്പോൾ ന്യായീകരിക്കാൻ ഇന്ന ഉസ്താദ് ഉണ്ട് എന്നൊക്കെ നമ്മളെ പെടുത്താൻ വേണ്ടി പറയും. പെട്ടുപോകരുത്, അത്രയും വലിയ തെറ്റാണ്. ഹദീസ് പറഞ്ഞല്ലോ, പലിശയിലൂടെ ഉള്ള ഒരു ദിർഹം 30 വ്യഭിചാരത്തിനേക്കാൾ കടുപ്പമാണ്. 27ാം രാവിന് പോലും ശിക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് പലിശക്കാർ എന്ന് ഇബ്നു ഹജർ തങ്ങൾ അവരുടെ വാപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുള്ള അനുഭവം പറയുന്നിടത്ത് സവാജിറിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. കച്ചവടം നടത്തുന്ന ആൾക്കാർ ആരെയും പറ്റിച്ചിട്ട് കച്ചവടം നടത്തരുത്. ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം യൂസുഫ് നബഹാനി റഹിമഹുള്ളാഹ് ഒരു കിതാബ് തന്നെ ഉണ്ട്, ദലീലു തുജാർ. ഗംഭീര കിതാബ്. അതിൽ പറയുന്നതാണ് മനുഷ്യന്മാർ ഈ പറ്റിക്കുന്ന പല രീതി. സ്റ്റോക്ക് കുറവാണ്, നിങ്ങൾക്കായതുകൊണ്ട് ഈ പൈസക്ക് തരുന്നതാണ്, ഞാൻ ഇന്നാലെടുത്തുനിന്ന് എടുത്തുകൊണ്ടാണ് വില കുറച്ച് തരാൻ പറ്റുന്നത്, നിങ്ങളും നമ്മളും തമ്മിലുള്ള ആ ബന്ധത്തിലാണ് ഈ സംഗതി തരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കസ്റ്റമറെ പറ്റിക്കണ പരിപാടി നമ്മൾ ചെയ്യരുത്. മനുഷ്യരെ പറ്റിച്ചിട്ട് ഇടപാട് നടത്തിയാൽ ഉള്ള പ്രശ്നം എന്താ? ആ സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകൂല. എന്താ അങ്ങനെ പറഞ്ഞ അർത്ഥം? ആ സമ്പത്ത് കൊണ്ട് മനുഷ്യരെ പറ്റിച്ചുകൊണ്ട് സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു കാര്യം ചെയ്യാനും ഈ പണം കൊണ്ട് കഴിയൂല. അതാണ് സമ്പത്തിലെ ബർക്കത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാലുള്ള ഒരർത്ഥം. ഈ പണം കൊണ്ട് അയാൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു ഖൈറും ചെയ്യാൻ കഴിയില്ല. മഹാന്മാരൊക്കെ കാണിച്ച സൂക്ഷ്മത നോക്കൂ. സയ്യിദുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാൾക്ക് കടം കൊടുത്തു, തിരികെ കിട്ടാനുള്ള ഡേറ്റായി. അയാൾ തിരികെ തന്നില്ല. മഹാനവറുകൾ അയാളെടുത്ത് നിന്ന്
ചോദിക്കാൻ വേണ്ടി അവരുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പോയി. വീട്ടിൻ്റെ മുറ്റത്ത് നിന്നിട്ട് ആ പണം തിരികെ വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഈ കടം വാങ്ങിയ ആൾ പറഞ്ഞു, അതിനെ ഈ മുറ്റത്ത് വെയിലത്ത് വെക്കണത്, വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്നില്ലെങ്കിൽ ഈ സൺഷെയ്ഡിൻ്റെ തണലെങ്കിലും കൊള്ളാലോ, ഒന്ന് കയറിയിരിക്കും. മഹാൻ പറഞ്ഞു വേണ്ടാന്ന്. എന്തേ കാരണം എന്ന് ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് 10,000 തന്നല്ലോ, ഉദാഹരണം. ആ 10,000 എനിക്ക് തിരികെ തരുമല്ലോ, അത് മതി. അതിൻ്റെ കൂടെ നിങ്ങളെ വീടിൻ്റെ തണൽ കൂടി അനുഭവിക്കുമ്പോൾ എക്സ്ട്രാ ആയില്ലേ, പലിശയാവുമെന്ന് പേടിയുണ്ട്, അതുകൊണ്ട് ആ തന്നത് അങ്ങോട്ട് തന്നാൽ മതി. യാ റബ്ബ്, ഈ മഹാന്മാരുടെ മുന്നിലേക്കല്ലേ നമ്മൾ പോകേണ്ടത്? ഈ മഹാന്മാരുടെ മുന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്തെല്ലാം പറ്റിക്കുന്ന ഇടപാടാണ് നമ്മൾ നടത്തിയേക്കുന്നത്. ആ സമ്പാദ്യം കൊണ്ട് വളർത്തിയ മക്കളെങ്ങനെയാ നന്നാവുക? ഹലാലല്ലാത്ത സമ്പാദ്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ സമ്പത്ത് കൊണ്ട് വളർത്തിയ മക്കളെങ്ങനെയാ സ്വാലിഹീങ്ങളാവുക? ഗസാലി ഇമാം റഹിമഹുല്ലാ തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞല്ലോ, മക്കൾ നന്നാവാൻ ആദ്യം ചെയ്യേണ്ടത് കുട്ടികൾ കഴിക്കുന്ന ഫുഡ് ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തണം. അതാദ്യം വേണ്ടത്. ഇമാമുനൽ ഹറമൈനി റളിയല്ലാഹു അൻഹു സംവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാക്കിലൊരു ഇടർച്ച പോലെ. അപ്പോൾ ശിഷ്യന്മാരൊക്കെ ഞെട്ടിപ്പോയി. എന്താ ഉസ്താദിന് അങ്ങനെ സംഭവിക്കൂലല്ലോ, എന്താ സംഭവിച്ചത്? മഹാനവറുകളോട് സംവാദം കഴിഞ്ഞിട്ട് ചോദിച്ചു, ഉസ്താദിന് എന്താ അങ്ങനെ പറ്റിപ്പോയത്? അതെ, എൻ്റെ വാപ്പ ഇമാം ജുവൈനി റളിയല്ലാഹു അൻഹുവിന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മനോട് പറയത്രേ, എൻ്റെ മോനിക്ക്, അഥവാ ഹറമൈനി ഇമാം സ്വന്തത്തിനെ കുറിച്ചാണ് പറയുന്നത്, എൻ്റെ മോനിക്ക് പാല് നീ മാത്രം കൊടുത്താൽ മതി. അന്ന് ഈ അടിമ സ്ത്രീകളൊക്കെ പാല് തരാൻ വേണ്ടി വരുന്ന കാലമായിരുന്നു. അവരാരുടെയും മുലപ്പാൽ കൊടുക്കരുത്, നിൻ്റെ പാല് കൊടുത്താൽ മതി. നീ കഴിക്കുന്നത് ഹലാലാണ്, അപ്പോൾ നിൻ്റെ പാല് ഹലാലാണ്, നീ കൊടുത്താൽ മതി. ഒരു ദിവസം എൻ്റെ കരച്ചിൽ കൂടിയപ്പോൾ വീട്ടിൽ ജോലിക്കെത്തിയ ഒരു സ്ത്രീ എനിക്ക് പാല് തരാൻ ശ്രമിച്ചു. ഇതെൻ്റെ വാപ്പ കണ്ടിട്ട് എന്നെ പിടിച്ചു വാങ്ങി കാല് മുകളിലും തല താഴെയാക്കിയിട്ട് അന്ന് കുടിച്ച മുഴുവൻ പാലും ഛർദ്ദിപ്പിച്ചു. എല്ലാം പോയിട്ടുണ്ട്, എന്നാലും ഉണ്ടാവുമല്ലോ ഒരു കബത്ത്, എന്നാലും ഉണ്ടാവുമല്ലോ ഒരു ചെറുത്, എന്ത് അണ്ണാക്കിന് പറ്റിപ്പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പം സംസാരിക്കുമ്പോൾ ചെറിയൊരു വർത്തമാനത്തിലൊരു കുറവ് വന്നു പോയത്. കണ്ടോ, ഈ ചരിത്രം വിശദീകരിച്ച് തൊബക്കാത്തു ഷാഫിയത്തുൽ കുബ്രയിലും റൂഹുൽ ബയാനിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റാത്തൊരു സംഗതി സംഭവിച്ചു എപ്പോഴേക്ക് സംസാരത്തിൽ, അതും ഹൈറ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു വിക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര തൗഫീക്ക് മുടങ്ങിപ്പോകും. ഹലാല് മാത്രമായിരിക്കണം നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ്. ഈ ഹലാലല്ലാത്ത ഫുഡ് നമ്മൾ കഴിച്ചാൽ വേറൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നമ്മൾ ദ്വാരക്കുന്ന ദുആഇന് ഉത്തരം കിട്ടൂല. മത്അമുഹു ഹറാം മൽബസുഹു ഹറാം. അവൻ കഴിക്കുന്ന, അവൻ ധരിക്കുന്ന, അവൻ കുടിക്കുന്ന എല്ലാം ഹറാമാണ്. ഫഅന്നാ യുസ്തജാബു, പിന്നെ എങ്ങനെയാണ് ദുആഇന് ഉത്തരം കിട്ടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. അതാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു റിക്വസ്റ്റ് നടത്തുന്നുണ്ട്. നബിയെ, ഞാൻ ദുആർക്കുന്ന ദുആഇനൊക്കെ ഉത്തരം കിട്ടണം, ദുആഇന് ഉത്തരമുള്ള നാവാവണം എൻ്റെ നാവ്. അതിനെന്താ വഴി? അത്വിബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. ഓ, എന്താ വർത്താനം നോക്കിയേ. കഴിക്കുന്ന ഫുഡ് ഹലാലാവണം മോനെ, എങ്കിൽ നിന്റെ ദുആഇന് അല്ലാഹു ഉത്തരം നൽകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു പ്രശ്നവും കിടപ്പുണ്ട് അവിടെ. എന്താ പ്രശ്നം? ഹലാലല്ലാത്ത ഫുഡ് നമ്മളെ വയറ്റിലെത്തിയാൽ നമ്മുടെ ഖൽബ് വേഗം ചീത്തയാവും. ആരെ കണ്ടാലും മോശം ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഭാര്യയും ഭർത്താവും ഈ ബീച്ചിൽ വന്നിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ഇത് കാമുകനും കാമുകയാണ്, വെളുത്ത എല്ലാ പിള്ളേരെന്നെ കണ്ട. ഇയാൾക്ക് ആരെ കണ്ടാലും മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അയാൾ ഉസ്താദിൻ്റെ മുമ്പിൽ വലിയ ആളാവാൻ ശ്രമിക്കുന്ന ആളാണ്. മറ്റേ ആൾ സ്റ്റേജിൽ കസേര കിട്ടണമെന്ന് വിചാരിക്കുന്ന ആളാണ്. ഇയാൾ പേയ്സൻ്റെ ആളാണ്. ഇയാൾ ബാഡ്ജ് കിട്ടണമെന്ന് വിചാരിക്കുന്ന ആളാണ്. എല്ലാവരെക്കുറിച്ചും മൂപ്പർക്ക് മോശം വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ.
പക്ഷെ ഇയാൾ സ്വന്തത്തിനെ കുറിച്ച് ഞാൻ അൽഹംദുലില്ലാ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളല്ല. കണ്ട എന്നാ ഹലക്കന്നാസ്, നാട്ടുകാരും മുഴുവനും മോശമാണെന്ന് ഒരാളുടെ കൽബിൽ എന്തുകൊണ്ട് ചിന്ത വരുന്നു? അയാൾ കഴിക്കുന്ന ഫുഡിൽ ഒരു പ്രശ്നം പറ്റിപ്പോയി. ഇതെന്റെ വക പറയണല്ല. തഹാറത്തുൽ ജിസ്മി വൽ ഫുആദ് മിൻ സൂഇൽ ലന്നി ബിജമീഇൽ ഇബാദ് എന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിൽ ഒരു കിതാബ് തന്നെ ഉണ്ട്. ഇത് ഒരു വള്ളിയല്ല, 2 വള്ളിയുള്ള കിതാബാണ്. ഇത് 1 വള്ളി മാത്രം. ഇമാം ഷാറാനി റഹ്മത്തുള്ളാഹിയുടെ കിതാബ്. ഇതിൽ കാണാം ഈ പറഞ്ഞ ആശയം. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നത് ഹലാലാണെന്ന് ഉറപ്പിക്കണം. ഹലാലാണെന്ന് ഉറപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ഖൽബ് വേഗം ചീത്തയാവും. എല്ലാവരെ കുറിച്ചും മോശം വിചാരം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ആരെന്ത് നല്ലത് ചെയ്താലും അയാൾക്ക് ഇന്നത് കിട്ടാനാണ്, അയാൾ ആളാവാനാണ്, അങ്ങനെ മാത്രമേ ഇയാൾ ചിന്തിക്കുള്ളൂ. ഒരാളെ കുറിച്ച് ഇയാൾക്ക് നല്ല വിചാരം ഉണ്ടാവില്ല. അതാണ് ഒന്നാമത്തെ തെറ്റ്, പലിശ. രണ്ടാമത്തെ തെറ്റേതാ? മരണം മോശമാവുന്ന 8 തെറ്റുകുറ്റങ്ങളിൽ രണ്ടാമത്തത് മുആദത്തു ഔലിയാ ഇല്ലാഹി തആല വ ഉലമാഇ ദീനി വ അഹ്ലി ബൈത്തി ത്വാഹിരീൻ. ആലിമീങ്ങളോട് ശത്രുത ഉണ്ടാവുക, സ്വാലിഹീങ്ങളോട് വെറുപ്പുണ്ടാവുക, തങ്ങന്മാരെ കുറ്റം പറയുക, തങ്ങന്മാരോട് വെറുപ്പുണ്ടാവുക. തങ്ങന്മാർക്ക് സമൂഹത്തിൽ വലിയ ബഹുമാനം ഉണ്ടാവും, ആ ബഹുമാനമൊന്നും ഇയാൾക്ക് തീരെ പിടിക്കണില്ല. ആലിമീങ്ങളെ എല്ലാവരും ഫോളോ ചെയ്യുമ്പോൾ ഇയാൾ ഭയങ്കരമായിട്ട് അതിനെ എതിർക്കുന്നു. സോഷ്യൽ മീഡിയ കാലം അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഒരൊറ്റ ആലിമിനെയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഏത് സംഘടനക്കാരനാണെങ്കിലും ആലിമിനെ തൊട്ടാൽ പിന്നെ നമ്മൾ ആഖിറം പോകും. ലാ തഗ്തബൻ അഹദൻ, ഒരാളെയും നീ ഗീബത്ത് പറയരുത്. ഫളൻ അനിൽ ഉലമ, വിശേഷിച്ച് ആലിമിനെ കുറ്റം പറയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഗീബത്തു നമീമത്തൊക്കെ വ്യാപകമായ കാലാണ്. യഥാർത്ഥത്തിൽ ആഖിറത്തിൽ പാപ്പറാവേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടല്ലോ, ഈ തുലാസ് എനിക്കൊന്ന് കാണിച്ചു തരുമോ? കണ്ട ഉടനെ ദാവൂദ് നബി ബോധം കെട്ട് വീണുപോയി. ദാവൂദ് നബി ബോധം തെളിഞ്ഞതിന് ശേഷം ചോദിക്കുന്നുണ്ട്, ഇത്ര വലിപ്പുള്ള തുലാസാക്കിയാലേ എങ്ങനെ നിറക്ക റബ്ബേന്ന്. ആകാശഭൂമികൾ ഈ നന്മയുടെ തട്ടിൽ വെച്ചാൽ വലിയ ചെമ്പ് പാത്രത്തിൽ ഒരു കോയനിട്ട ഫീലിംഗ് ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. മനുഷ്യന്മാര് കുറേ അമലുണ്ട് എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നാൽ ഒരു ഈച്ചന്റെ ചിറകിന്റെ അത്ര പോലും ഖനം ഉണ്ടാവില്ല എന്ന് ഹദീസിൽ കാണാം. ആ നന്മയുടെ തട്ട് നിറക്കണമെങ്കിൽ എത്ര പണിയുണ്ട്. അതന്നെ നമ്മുടെ പൊട്ടിയ പൊളിഞ്ഞ ഇബാദത്ത്, ഖുശൂ ഇല്ലാത്ത, ഭയഭക്തി ഇല്ലാത്ത, ഷർത്തൊക്കാത്ത കുറേ പൊട്ടിയും പൊളിഞ്ഞ ഇബാദത്താണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത്. ഇതുകൊണ്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ബോണസ് മാർക്കൊക്കെ കിട്ടി, അമലുഹു മുളാഫ്, കുറച്ച് വർദ്ധിത മൂല്യമൊക്കെ കിട്ടി രക്ഷപ്പെടാനിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ഗീബത്തും നമീമത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത് കൊണ്ടുപോകും. അത് ആരെ പറഞ്ഞാലും അങ്ങനെ തന്നെ. ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയുന്നുണ്ട്, ചില മക്കളുടെ അടുത്ത് ഉമ്മ വരുമ്പം തന്നെ ഉമ്മാക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം മലക്കൾ പറഞ്ഞു കൊടുക്കും, ഈ മോനെ അയാളെ ഭാര്യനോട് നിന്നെക്കുറിച്ച് കുറേ ഗീബത്ത് പറഞ്ഞു. അപ്പോൾ ഉമ്മാക്ക് ആഖിറത്തിൽ അൽഹംദുലില്ലാ, ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ കുടുങ്ങി പരാജയപ്പെട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. എൻ്റെ മോനൻ എനിക്ക് സംഭാവന ചെയ്യുന്നുണ്ടല്ലോ, ഈ മോൻ്റെ ഹജ്ജും ഉംറയൊക്കെ കൊണ്ടുപോകും. ഉമ്മ എല്ലാവരും അവിടെ നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ സ്വന്തം ഉമ്മ എന്നെ മക്കളെടുത്തുനിന്ന് ഇബാദത്ത് കൊണ്ടുപോകും. ഒരാളും സ്വന്തം സ്വർഗ സീറ്റ് ഉറപ്പിക്കാതെ മറ്റുള്ളാക്ക് ശഫാഅത്തൊന്നും ചെയ്യൂല. അവനവൻ്റെ സ്വർഗ സീറ്റ് ആദ്യം ഉറപ്പിക്കും, എന്നിട്ടേ ബാക്കിയുള്ളവര് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനേയുള്ളൂ, ചിന്തിക്കേണ്ടേയുള്ളൂ. ഉമ്മ വന്നിട്ട് മക്കളുടെ ഇബാദത്തുണ്ട്. ഉമ്മ മോനോട് പറഞ്ഞു, എന്തട റമദാനല്ലേ, ഈ മാസമാണോ നീ മറ്റേ മാളിലൊക്കെ പോക്ക്, ബീച്ചൊക്കെ പോക്ക്, റമദാനെ ബഹുമാനിക്കേണ്ട 20 റക്അത്ത് തറാവി നിസ്കരിക്കുക, അത് കഴിഞ്ഞിട്ട് നേരെ ബീച്ചിൽ പോവുക. എടാ റമദാനോടൊരു ബഹുമാനം വേണ്ടേ എന്ന് മോനോട് പറഞ്ഞു. ആ മോനെ റൂമിൽ കയറിയിട്ട് വൈഫിനോട് പറയാം, തന്ത വൈബ്
ആരെ പറഞ്ഞ കുറ്റം? ഉമ്മാനെ. അന്നത്തെ തറാവീഹ് ഉമ്മാന്റെ അക്കൗണ്ടിലേക്ക് പോകും. അത് കണ്ടിട്ട് ഉമ്മാക്ക് ആഖിറത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയേണ്ട ആവശ്യം. അതാരെ ഗീബത്ത് പറഞ്ഞാലും അങ്ങനെ പോവും, പാപ്പറാവും, ആഖിറത്തിൽ പാപ്പറാവും. അതൊരു ആലിമിനെ പറഞ്ഞാലോ, ഇയാൾ സിറാത്ത് പാലത്തിൽ നിന്നിട്ട് ഇയാൾ അങ്ങ് കുടുങ്ങി ഉരുകിപ്പോയിട്ട് നരകത്തിലേക്ക് പോകും അത്രേ. ആലിമീങ്ങൾ പറഞ്ഞാൽ അതിന് നിൽക്കരുത്. ലുഹൂമുൽ ഉലമാഇ മസ്മൂമാ, ആലിമീങ്ങളെ മാംസം വിഷാണ്. അത് നമ്മളെ ഈമാൻ അങ്ങ് ഇല്ലാതാക്കി കളയും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ ഒരു തേള് വന്ന് കടിച്ചു. അബൂ ഹനീഫ തങ്ങൾ അതിങ്ങനെ ചൊട്ടി താഴെ വീണു. ശിഷ്യന്മാര് അതിനെ കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൽമിന്റെ അഹ്ലുകാരെ മാംസവും രക്തമൊക്കെ വിഷയല്ലേ, അപ്പൊ നിങ്ങൾ എന്തിനാ കൊല്ലണത്? നോക്കുമ്പോൾ ആ തേള് ചത്തിട്ടുണ്ട്. ആലിമീങ്ങളെ ഗീബത്ത് പറയുന്ന മനുഷ്യന്മാരൊക്കെ കൽബ് ചത്തുപോയിട്ടുണ്ടാവും. പിന്നെ കൽബ് മരിച്ചുപോയത് മനസ്സിലാവില്ല. അതെങ്ങനെ മനസ്സിലാവില്ല? അത് മനസ്സിലാവണമെങ്കിൽ ഹദ്ദാദ് ഇമാമിൻ്റെ കിതാബിലുണ്ടല്ലോ, അത് മനസ്സിലാവണമെങ്കിൽ ഒന്ന് അരച്ചു നോക്കിയാൽ മതി. മാ ദവാഉ മൻ യതസക്കലു അനിൽ ഖൈറാത്തി വയമീലു ഇല ഷഹ്വാത്ത് മാ ഹുബ്ബിഹി ലിൽ ഖൈരി വാഹിലി വബുഅദിഹി ലിശ്ശരി വാഹിലി. വാട്സപ്പ് നോക്കുമ്പോൾ ഉറക്കൊന്നും വരുന്നില്ല, ഇൻസ്റ്റ നോക്കുമ്പോൾ ഒന്നുമില്ല, ഖുർആൻ എടുക്കുമ്പോൾ ഭയങ്കര ഉറക്ക്, പുസ്തകം കണ്ണറാറ്റുണ്ടാകുമ്പോൾ പുസ്തകം ഒന്ന് മന്ദിരിക്കുമെന്ന്. ഈ രോഗം ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അയാളുടെ കൽബ് മരിച്ചു പോകുന്നുണ്ട്. അൽക്കഫ് ഓതുമ്പോൾ ഉറക്കം വരുന്നു, അതേ അൽക്കഫിന്റെ ഖുർആന്റെ ഏട് അങ്ങോട്ട് മടക്കി വെച്ചിട്ട് വേറെ ഏതെങ്കിലും തെറ്റായ അനാവശ്യ കാര്യങ്ങളിൽ എൻഗേജ് ആകുമ്പോൾ ഓരോ ഉറക്കമില്ല. തറാവീഹ് എത്രയായി? ഉറക്കം വരുന്നു. അതേ മനുഷ്യൻ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ഉപ്പിലിട്ടതോ ഫുൾ ജാറിലോ എൻഗേജ് ആയാൽ ഓരോ ഉറക്കം ഉണ്ടാവില്ല. അതന്നല്ലേ പ്രശ്നം, അതന്നല്ലേ പ്രശ്നം. ഒരാളുടെ കൽബ് മരിച്ചുപോയാൽ അയാളിൽ ഉണ്ടാവുന്ന 3 അടയാളങ്ങൾ തഫാസീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഒന്ന്, അല്ലാ യജിദ ലിത്വാഅത്തി സമറ, ഇബാദത്ത് ചെയ്യാൻ രസം ഉണ്ടാവില്ല, ഇബാദത്തിന് ഒരു മധുരം ഉണ്ടാവില്ല. സദേ നാളെ മാസം കാണൂല, 29-ന് തീരൂല റമദാൻ, 30 ആവില്ലല്ലോ. വെയില് എന്നല്ല പറഞ്ഞത്, എന്തൊരു വെയിലല്ലേ, പണ്ടൊന്നും ഇങ്ങനെ വെയിലില്ല എന്നല്ലേ കണ്ടാ. എങ്ങനെയെങ്കിലും റമദാൻ തീരണം എന്നാ ഇവര് വിചാരിക്കണത്. അല്ലാ യജിദ ലിത്വാഅത്തി സമറ, ചെയ്യുന്ന ഇബാദത്തിന് ആനന്ദം കിട്ടൂല, അയാളുടെ ഖൽബ് മരിച്ചു പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. രണ്ടാമത്തത്, തെറ്റ് ചെയ്യാൻ അയാൾക്ക് പേടിയുണ്ടാവില്ല, ഒരു പേടിയുണ്ടാവില്ല, ഗംഭീരമായി തെറ്റ് ചെയ്യും. ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറയും അല്ലാഹു തൗബ സ്വീകരിക്കുന്ന ആളല്ലേ, അല്ലാഹു ഗാഫിറല്ലേ, അല്ലാഹു ഗഫാറല്ലേ, അല്ലാഹു ഗഫൂർ അല്ലേ. കണ്ടോ, അയാൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അതാ ഏറ്റവും വലിയ പ്രശ്നം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ത്? മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഇബ്ലീസിന്റെ ചതിക്കുഴികളെ കുറിച്ച് പറയുന്ന കിതാബിൽ പറയുന്നതാണ്, ചിലര് തെറ്റ് ചെയ്യും എന്നിട്ട് പറയും അള്ളാഹു പുറത്തു തരുമല്ലോ. എടാ മോനെ, അള്ളാഹു പുറത്ത് തന്നു തന്നെ വിചാരിക്കുക, നിന്റെ തൗബ സ്വീകരിച്ചു. ഈ തൗബ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് എവിടുന്നാ മനസ്സിലാവുക? ആഖിറത്ത്. നീ സ്വർഗത്തിലേക്ക് പോയിക്കോളി, പേടിച്ചുരുക്കി നിൽക്കുമ്പോഴാണ് നിന്നോട് അത് പറയാം, സ്വർഗത്തിലേക്ക് പോയിക്കോളി. അങ്ങനെ രക്ഷപ്പെട്ട് എന്ന് വിചാരിക്കുമ്പോഴാണ് കർട്ടന്റെ അപ്പുറത്തേക്ക് അള്ളാഹു വിളിക്കും, ഇങ്ങോട്ട് വാ, സ്വർഗത്തിൽ പോകുന്നതിനും ഇങ്ങോട്ട് വാ. പിന്നെ നീ ചെയ്ത തെറ്റുകുറ്റങ്ങൾ ഞാനൊന്നും അറിയില്ല എന്ന് വിചാരിക്കരുത്, ഞാനെല്ലാം അറിഞ്ഞിട്ടുണ്ട്, അത് അറിയുന്നതോട് കൂടി തന്നെയാണ് പുറത്തു വന്നത്, നീ ഇന്നതൊക്കെ ചെയ്തിട്ടില്ലേ. അതാ മഹാന്മാര് പറഞ്ഞത്, നരകത്തിൽ പോകുന്നതിനേക്കാൾ കടുപ്പാണ് അള്ളാന്റെ ഈ ചോദ്യം. എങ്ങനെ ഫേസ് ചെയ്യുക? എങ്ങനെ ഫേസ് ചെയ്യുക? എന്ത് ധൈര്യത്തിലാ നമ്മൾ തെറ്റ് ചെയ്യുക? ഏത് ധൈര്യത്തിലാ തെറ്റ് ചെയ്യുക? അള്ളാഹു ചോദിക്കൂലേ, നീ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ആളെ മുമ്പിൽ നിന്ന് അത് പറയാതെ വഷളാക്കാതെ നിന്നതാണ്, പുറത്ത് തന്നിട്ടുണ്ട്, ശരിയാണ്, പക്ഷെ ഞാൻ തെറ്റ് അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചേക്കരുത്. ഈ ചോദ്യം മഹാന്മാർ എഴുതി വെക്കുക. നരകം കിട്ടുന്നതിനേക്കാൾ കടുപ്പല്ലേ, അള്ളാഹിനേക്കാൾ വലുത് ഇനി ആരാ നമുക്കുള്ളത്?
ആ അള്ളയല്ലേ നേരിട്ട് ചോദിക്കണത്. അല്ലാ, നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെ ഹൃദയം കേടുവന്നാൽ അയാൾക്ക് തെറ്റ് ചെയ്യാൻ ഒരു പേടിയും ഉണ്ടാവില്ല. ഒരു വാഴ കേൾക്കുന്നു വാട്സപ്പിൽ നിന്ന്, അല്ലെങ്കിൽ സ്റ്റാറ്റസ് നിന്ന്, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന്, അതേ യൂട്യൂബിൽ നിന്ന് തന്നെ പിന്നെയും ഹറാമ് ചെയ്യും. ഒരു പേടിയുണ്ട് അയാൾക്കുണ്ടാവില്ല, ഒരു പേടി അയാൾക്കുണ്ടാവില്ല. എന്തേ കാരണം? അയാളുടെ ഖൽബിന് രോഗം വന്നുപോയി. മൂന്നാമത്തത്, ആര് മരിച്ചാലും ഞാൻ മരിക്കും എന്ന ചിന്ത അയാൾക്ക് ഉണ്ടാവില്ല. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊന്റെ വിവിധ തരം സ്റ്റിക്കർ പരിക്കുണ്ടാവും വാട്സപ്പിൽ ഇടാനേ, ആരെങ്കിലും മരിച്ചാലും ഇടാനേ. ഇതേപോലെ ഞാനും മരിക്കേണ്ടതാണ് എന്ന ചിന്ത അയാളെ ഒരു ഭാഗത്തും ചിന്ത വന്നിട്ടുണ്ടാവില്ല. ഇതാണ് ഒരാളുടെ ഖൽബ് മരിച്ചുപോയതിൻ്റെ, രോഗം പിടിച്ചതിൻ്റെ അടയാളമെന്ന് റൂഹുൽ ബയാൻ അടക്കമുള്ള തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം. എന്തുകൊണ്ടാണ് ഈ രോഗം വരുന്നത്? അതിൻ്റെ കാരണമാണ് അയിമ്മത്ത് എഴുതി വെച്ചത്. ആലിമീങ്ങളെ തെറി പറയൽ, സോഷ്യൽ മീഡിയ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ആഖിബത്ത് നമ്മളാണ് കാത്തു സൂക്ഷിക്കേണ്ടത്. ഒരു വിഭാഗം ആലിമിനെയും നമ്മൾ പറയാൻ പാടില്ല. അവർ അല്ലാഹുവിൻ്റെ പ്രകാശ ഗോപുരങ്ങളാണ്. അവരെ കുറിച്ച് ഖുർആനും ഹദീസും പറഞ്ഞത് നക്ഷത്രങ്ങളാണ് ആലിമീങ്ങൾ എന്നാണ്. നക്ഷത്രം എപ്പോഴും വെളിച്ചമാണ്, ആലിമീങ്ങൾ എപ്പോഴും ലോകത്തിന് വെളിച്ചമാണ്. നക്ഷത്രം ആകാശത്തിന് അലങ്കാരമാണ്, ആലിമീങ്ങൾ ലോകത്തിന് അലങ്കാരമാണ്. നക്ഷത്രങ്ങൾ കണ്ടിട്ട് യാത്ര ചെയ്യുന്ന കപ്പൽ യാത്രക്കാരുണ്ട്, ദിശ നിർണയിച്ചു കൊടുക്കും നക്ഷത്രങ്ങൾ. അതുപോലെ വഴിതെറ്റിയവരെ നേർമാർഗത്തിലേക്ക് എത്തിക്കുന്നവരാണ് ആലിമീങ്ങൾ. അവരെ നിസ്സാരപ്പെടുത്താൻ പലരും ശ്രമിക്കും. ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ സംസാരത്തിന്റെ ഒരു ശകലം കട്ടെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയ അലക്ക് തേക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൊന്നാം നമ്പറായിട്ട് വഹാബികൾ ഉണ്ടാകും. അതിൽ നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല. ഒരാളെ ഗീബത്ത് പറയുമ്പോൾ, നമീമത്ത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഷെഹ്റാൻ ഇമാം പറഞ്ഞത്, അയാളെക്കാൾ നല്ല ആളാണെങ്കിൽ നമ്മളെ ചിന്തക്ക് തന്നെ കേടുണ്ട്, നമ്മൾ നല്ല ആളാണെന്നുള്ള ചിന്ത വരുമ്പോൾ. അയാളെക്കാൾ മോശമാണെങ്കിൽ നീ എന്തിനാ പിന്നെ ആ പരിപാടിക്ക് നിൽക്കാൻ പോണത്? നീ നന്നാവാനല്ലേ ശ്രമിക്കേണ്ടത്. ഒരാളെ അള്ളാഹു ഏറ്റെടുത്താൽ, ഒരാളെ അള്ളാഹു ഏറ്റെടുത്താൽ അയാളെ ഉന്നത സ്ഥാനത്ത് എത്തിക്കണമെന്ന് അള്ളാഹ്ക്ക് താല്പര്യമുണ്ട്. അയാൾക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ഇല്ലതാനും, അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ഇല്ല. അയാൾക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുക്കണമെന്ന് അള്ളാഹുക്ക് താല്പര്യമുണ്ട്. എന്നാൽ അള്ളാഹ് എന്താ ചെയ്യുക? സ്വർഗത്തിലേക്ക് മനുഷ്യന്മാരെ എത്തൽ അള്ളാഹുവിൻ്റെ ഫضل കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണ്. സ്വർഗത്തിലെ സ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നത് അവരവർ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചാണ്. അതാണ് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ എന്ന് പറയുന്നതിൻ്റെ ഒരു താല്പര്യം. ഇയാളെ ഗംഭീര സ്ഥാനത്തേക്ക് എത്തിക്കണമെന്ന് അള്ളാഹ്ക്കുണ്ട്. അയാൾക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അമൽ ഇല്ലതാനും. അങ്ങനെയെങ്കിൽ അള്ളാഹ് എന്താ ചെയ്യുന്നറിയാം? ആ ഉസ്താദിനെ, അല്ലെങ്കിൽ ആ ആലിമിനെ, ആ സ്വാലിഹായ മനുഷ്യനെ, ആ സയ്യിദിനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കും. 2 ദിവസത്തേക്ക് മീഡിയക്ക് വിട്ടുകൊടുക്കും. ഉദാഹരണം പറയാം, ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ മഹല്ല് ഗ്രൂപ്പിൽ വിട്ടുകൊടുക്കും. തുടങ്ങി ചർച്ച. ഉസ്താദ് പോയി പോലും അല്ലേ? പോയതല്ല, ഒഴിവാക്കിയതല്ലേ? തുടങ്ങി. ആ ചർച്ചയിൽ 28 ഹാജിക്കമാർ അവരുടെ ഭാഗധേയത്വം തെളിയിച്ചിട്ടുണ്ട്. 308 ഉംറ ചെയ്ത മനുഷ്യന്മാർ ആ ഗ്രൂപ്പിലുണ്ട്. അവരും അതിൽ സജീവമായി ചർച്ചയ്ക്ക് പങ്കെടുത്തിട്ടുണ്ട്. തീർന്നിട്ടില്ല, എല്ലാവരും പരമാവധി അതിൽ പങ്കെടുത്തു. ഡയറക്റ്റ് പങ്കെടുക്കാൻ പറ്റാത്ത സ്ത്രീകളില്ലാത്ത ഗ്രൂപ്പായതുകൊണ്ട് സ്ത്രീകൾ അങ്ങനെ ആ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനോടുണ്ട്, ഭർത്താവും അത് അങ്ങോട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നാട്ടിലുള്ള 308 വീട്, മഹല്ല് 308 വീടുണ്ട്, അവരെല്ലാവരും അതിൽ പങ്കെടുത്തു. എല്ലാവരും അതിൽ പങ്കെടുത്തു. രാത്രി 12:05 ആയപ്പോൾ ആരോ ചോദിച്ചു, എന്തിനാണ് നല്ല റമദാനൊക്കെ ഫിത്നയും ഫസാദും മറ്റും സമാൻ കളയണത്? എന്നാൽ പോട്ടെ, നിർത്തിയൊക്കെ വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചർച്ച അവസാനിച്ചു. ഇനി ഞാൻ ഇബാറത്ത് വായിക്കാം. ഇദാ അറാദല്ലാഹു തആല അൻ യുർഖിയ അബ്ദൻ മിൻ അബീദിഹി ഇല ദറജാത്തിൽ ഉല
അല്ലത്തി ലാ യബ്ലൂഹ ബിഅമലിൻ. അയാൾ കർമ്മം ചെയ്തിട്ട് ഏതായാലും ഇത്ര ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കാൻ എന്തായാലും നടക്കൂല. അത്ര കർമ്മമൊന്നും അയാൾക്കില്ല. അയാളാണെങ്കിൽ വലിയ സ്ഥാനത്തേക്ക് എത്തിക്കണമെന്ന് അള്ളാഹ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫറുബ്ബമ ഖയ്യള ലഹുൽ അഅദാ, ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കും. മീഡിയയിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ കൊടുക്കും. ഫഅശാഉ അൻഹു ശൈഅൻ മിനർ റദാഇലി ഫീ ബലദിഹി ഔ ഇഖ്ലീമിഹി. അയാളെക്കുറിച്ച് തെറ്റായ കുറേ വർത്തമാനങ്ങൾ നാട്ടുകാർ ഇങ്ങനെ പ്രചരിപ്പിക്കും. അങ്ങനെ പ്രചരിപ്പിച്ച് ഫയുൻഖിലുല്ലാഹു തആല അഅമാലഹും അസ്സാലിഹ ഇലാ സ്വഹീഫത്തിഹി. ഈ 308 ആളുടെയും എല്ലാ കർമ്മങ്ങളും ഇയാളുടെ ഏടിലേക്ക് അള്ളാഹു മാറ്റും. ഫയുസ്ബിഹു ഫീ ലൈലത്തിൻ വാഹിദ. ആ ഒറ്റ രാത്രി കൊണ്ട് അയാൾ ആ നാട്ടിലെ ഏറ്റവും വലിയ സൂഫിയാവും. കാരണം 28 ഹജ്ജ്, 308 ഉംറ, പിന്നെ 48 പവൻ സ്വർണം സ്വതക്ക ചെയ്തത് എല്ലാം മൂപ്പരുടെ ഏടിലേക്ക് എത്തും. വഹു അക്സറുൻ നാസി അമലൻ മിൻ ഹൈസു ലാ യശ്ഉറുൽ ലദീന വഖഉ ഫീ ഗീബത്തിഹി. അയാൾ നാട്ടുകാരൊന്നും അറിയാതെ വലിയ സൂഫിയായി മാറിയിട്ടുണ്ടാവും. വഹും മഅ ദാലിക യظنون അന്നഹും അഹ്സനു ഹാലൻ മിൻഹു. നാട്ടുകാർ വിചാരിക്കുന്നത് മൂപ്പറേക്കാൾ സംഭവം നമ്മളാണ്. ആഖിറത്തിലെത്തുമ്പോഴാണ് മൂപ്പര് ഒറ്റ രാത്രി കൊണ്ട് സൂഫിയായ ഒരു ചരിത്രം അവർക്കന്ന് ബോധം തെളിയും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ പണിക്ക് നിൽക്കരുത്, ഈ പിരാന്തിന് നിൽക്കരുത് എന്നാണ് നാടൻ മലയാളം പറയേണ്ടത്. പിരാന്ത് എന്നല്ല, ശരിക്കും മലയാളം ഭ്രാന്ത് എന്നാണ്. അങ്ങനെ പറഞ്ഞ ഒരു പഞ്ച് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു പിരാന്താണ്. ശരിക്കും നമ്മളോട് ശത്രുത ഇങ്ങോട്ടോ നമുക്ക് അങ്ങോട്ടോ ഉള്ള ആളെ ഗീബത്ത് പറയാന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരം കൊടുക്കുക, നോമ്പ് കൊടുക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതല്ലേ മഹാന്മാർ പറഞ്ഞത്. നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയുന്നൊരു ടേം ഉണ്ടല്ലോ, മഹാന്മാർ പറഞ്ഞല്ലോ. അഥവാ നിനക്ക് ഗീബത്ത് പറഞ്ഞാലേ നിന്റെ ഷഹവത്ത് തീരുള്ളൂ എങ്കിൽ, ആരെങ്കിലൊക്കെ ഗീബത്ത് പറഞ്ഞാലേ എനിക്ക് ഇങ്ങോട്ട് ഇതിൻ്റെ പൂതി തീരുന്നുള്ളൂ എങ്കിൽ നിന്റെ ഉപ്പാനും ഉമ്മാനും പറഞ്ഞോളി. എന്നാൽ പിന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ കെട്ടിക്കുന്ന പോലെ സ്വത്ത് പുറത്തേക്ക് പോകില്ല. അത് ഭയങ്കര വർത്താനമായി പോയി. ഇങ്ങനെ മനുഷ്യന്മാരെ ട്രോളാൻ പറ്റുള്ളൂ. ഭയങ്കര വർത്താനത്. ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടതെന്ന് കൂടി അതിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെ, ആരെയും തുടരുത്, ഒരാളെയും ഗീബത്ത് പറയരുത് എന്ന് മാത്രമല്ല ഒരാളെക്കുറിച്ച് മോശം വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാവരുത്. ഒരാളെക്കുറിച്ച് മോശം ചിന്തിക്കരുത്. അതാണ് അൽ മുസ്ലിം. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദി. വിവിധ റിപ്പോർട്ടുകൾ കാണാം. ഒരാളെക്കുറിച്ച് മോശം വിചാരിക്കാൻ പാടില്ല. ഷെഹറാൻ ഇമാം ഈ കിതാബ് എഴുതിയത് തന്നെ എന്തിനാണെന്നറിയോ? ഇതിന് വേറൊരു പേരും കൂടി മഹാൻ കൊടുക്കണ്ടല്ലോ, അൽ മൻഹജുൽ മുത്തഹർ ലിൽ ജിസ്മി വൽ ഫുആദ് മിൻ സൂഇൽ ലന്നി ബി അഹദിൻ മിനൽ ഇബാദ്. ഒരാളെയും തെറ്റിദ്ധരിക്കാത്ത ജീവിതം, ഒരാളെക്കുറിച്ച് മോശം വിചാരം ഇല്ലാത്ത ജീവിതം നമുക്കുണ്ടാവും. ഒരാളെക്കുറിച്ച് വേറൊരാളെക്കുറിച്ച് കാണുമ്പോൾ അയാൾ ഇന്നതിൻ്റെ ആളാണ് എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഖൽബ് മോശമായത് കൊണ്ടാണെന്ന് ഷെഹറാൻ ഇമാമിൻ്റെ ഉസ്താദിൽ നിന്ന്, അഥവാ സഖരിയ അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. കാരണം എന്താ? നമ്മളിപ്പോൾ ഒരു കണ്ണാടി നോക്കിയാൽ ആ കണ്ണാടി എന്താ നമ്മളോട് പറയൽ? നമ്മുടെ മുഖത്തൊരു കലയുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ആദ്യം പറഞ്ഞു തരും, അല്ലേ? അതെ, കണ്ണാടിക്ക് കണ്ണാടിയുടേതായ വർത്തമാനങ്ങൾ, ഞാൻ ഇത്ര മീറ്ററുള്ള കണ്ണാടിയാണെന്നൊന്നുമില്ല. നമ്മളെക്കുറിച്ച് കണ്ണാടി പറഞ്ഞുതരും. നമ്മളുടെ എന്താണോ ഉള്ളത് അത് കണ്ണാടി പറഞ്ഞുതരും. ഹദീസിലുണ്ടല്ലോ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ മിർആത്ത്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് കണ്ണാടി പോലെ. അപ്പോൾ ഒരു മുഅ്മിനെ കാണുമ്പോൾ തന്നെ അയാൾ മറ്റേതിൻ്റെ ആളാണെന്ന് തോന്നുന്നത് നമ്മളെ കുറവുകൊണ്ടാണ്. കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ കുറവാണ്, അത് നമ്മളെ മനസ്സിൽ ചീത്തയായതുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നലുണ്ടാവും. രണ്ടാളെ കണ്ടാൽ എന്തെങ്കിലും വിചാരിക്കരുത്. നമ്മൾ പാതിരാക്ക് ഒരാളെ കണ്ടാൽ വേഗം എന്തെങ്കിലും വിചാരിക്കാൻ പാടില്ല. നമ്മുടെ ഖൽബ് നന്നാകുമ്പോൾ ആരെക്കുറിച്ച് മോശം വിചാരം ഉണ്ടാവില്ല. അൽ മർഉ യഖീസു അലാ നഫ്സിന. ഒരാൾ കടപ്പുറത്ത് വന്നിട്ട് പാതിരാക്കി ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പിന്നെ അയാളെ എപ്പം പാതിരാക്കിയിലേക്ക് കൂടി പോകുന്നുണ്ടോ കണ്ട ആളെക്കുറിച്ചെല്ലാം മൂപ്പര് അങ്ങനെ വിചാരിക്കുള്ളൂ. കാരണം മൂപ്പരെ കിയാസാക്കിയിട്ടേ വിചാരിക്കുള്ളൂ. മൂപ്പരുടെ പ്രശ്നം എല്ലാവർക്കും ഉണ്ട് എന്ന് മൂപ്പർക്ക് തോന്നും. അപ്പോൾ വേറൊരാളെക്കുറിച്ച് മോശം വിചാരം നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഖൽബിന് കേട് വന്നത് കൊണ്ടാണ് ആ വിചാരം വരുന്നത് എന്നാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഖൽബ് ശുദ്ധിയായിരിക്കണം.
ഒരാളെയും മോശം വിചാരിക്കരുത്. ഈ കിതാബ് വായിച്ചാൽ നമ്മൾ പേടിച്ചു. ഇതിൽ പറയുന്നുണ്ട്, ഒരാൾ ആഖിറത്തിലെത്തിയാൽ അയാളുടെ നന്മകളെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകും. എന്താ കാരണം? എന്താ അതിന്റെ കാരണം? വമാദാമ ഫീ ബാത്തിനിൽ അബ്ദി ഔ ളാഹിരിഹി ഖസ്ലത്തുൻ വാഹിദത്തുൻ മദ്മൂമ. വേറെ ഒരാളെ കുറിച്ച് മോശം വിചാരവുമായി ഒരാൾ ജീവിച്ചാൽ ലഅല്ല ജമീഅ അഅ്മാലിൽ അബ്ദിൽ ഖാലിസ, ഇയാൾ ഇഖ്ലാസോടെ ചെയ്ത എല്ലാ കർമ്മങ്ങളും ആരെക്കുറിച്ചാണോ മോശം വിചാരിച്ചത് അയാൾ അള്ളാഹിനോട് പറയും, ആ കർമ്മങ്ങളിൽ എനിക്ക് വേണോ, അതെല്ലാം കൊണ്ടുപോകും. വലൗ മറത്തൻ വാഹിദ, ഒറ്റൊരു തവണ അയാളെ കുറിച്ച് നമ്മൾ മോശം വിചാരിച്ചിട്ടുള്ളൂ, അത് മതി അയാൾക്ക് നമ്മുടെ അമല് വാരിക്കൊണ്ടുപോകാൻ. അത് മതി. എന്നിട്ട് ഷെഹ്റാനി ഇമാം വിശദീകരിക്കുക, വഅലം യാ അഖി, എൻ്റെ പൊന്ന സഹോദര, ഇതൊന്ന് കേൾക്ക്. അന്ന കുല്ല മൻ ഫതഹ അലാ നഫ്സിഹി ബാബ സൂഇൽ ളന്നി ബിന്നാസ്, ജനങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണയുമായി മോശം വിചാരവുമായി ഒരാൾ നടക്കുന്നുണ്ടെങ്കിൽ കസറത്തു അഖ്സാമുഹു യൗമൽ ഖിയാമ, അയാൾക്കെതിരെ വാദിക്കാൻ ഈ ജനങ്ങളെല്ലാം വരും. ഫറുബ്ബമാ ഫനിയത്ത് ഹസനാതുഹു അല്ലതി യൂഫാ മിൻഹൽ ഖുസൂം, ഈ തർക്കിക്കാൻ വേണ്ടി വന്ന ആൾക്കാരൊക്കെ നിന്റെ നന്മകൾ വാരി 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 കൊണ്ടുപോയി നിന്റെ ബാലൻസ് മുഴുവൻ എംപ്റ്റി ആവും, വട്ടപൂജ്യാവും. സുമ്മ വലഉ അലൈഹി മിൻ സയ്യിആതിഹിം, പിന്നെ അവരുടെ MDMഉം ആ തെറ്റുകുറ്റങ്ങളും നിനക്കിട്ട് തരും നിന്റെ തലയിൽ. നീ ഇന്നേ വരെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, നീ ഏതോ ഒരു കുട്ടിനെ കുറിച്ച് അങ്ങനെ വിചാരിച്ചോണ്ടതാ അയാളുടെ തെറ്റുകുറ്റങ്ങൾ നിന്റെ പേരടിക്കിടുന്നു. വഖുദിഫ ബിഹി ഫിന്നാർ, എത്രയോ നല്ല കർമ്മങ്ങൾ ചെയ്ത നിന്നെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയും. എന്താ കാരണം? നീ നാട്ടുകാരെ കുറിച്ച് മോശം വിചാരവുമായി നടന്ന ആള്. ആര് ഗീബത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, കേട്ടിട്ടുമില്ല, പക്ഷെ നിന്റെ ഖൽബിൽ ഓരോരാളെ കുറിച്ചും മോശം വിചാരം. എന്നിട്ട് ഷെഹ്റാനി ഇമാം നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്, വമിനൽ മഅലൂം, എടാ മോനെ നിനക്കറിയില്ലേ, അന്ന അമാല അംസാലിന, നമ്മളെപ്പോലത്തെ ഈ ദുർബലരായ മനുഷ്യന്മാരുടെ ഇബാദത്ത് ലാ യകാദു യതഹസ്സലു ലനാ മിൻഹാ ശൈഉൻ യസിലു ഇല ദാരിൽ ആഖിറ, സ്വർഗത്തിലേക്ക് എത്താൻ മാത്രമൊന്നും നമുക്ക് കർമ്മങ്ങളില്ല, എങ്ങനെയല്ലോ പൊട്ടിയതും പൊളിഞ്ഞതും ഒപ്പിച്ചു കൊണ്ടുപോകുന്നതാണ് എന്ന് നമുക്ക് തന്നെ അറിയില്ലേ. ലികഥറതി മാ യുദ്ഖിലുഹാ മിനൽ ആഫാത്തിൽ മുഹ്ബിത്തത്തി ലഹാ, കുറേ പൊട്ടി പൊളിഞ്ഞ ഇബാദത്താന്ന് നമുക്കറിയാലോ. എന്നിട്ട് ഈ പൊട്ടി ഇബാദത്ത് തന്നെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ എന്തിനാ പൊന്നു മോനെ നീ ഈ ദുനിയാവിൽ ജീവിച്ചതും കർമ്മങ്ങൾ ചെയ്തതും? നമ്മളോട് എന്തൊരു സ്നേഹം കൊണ്ടാ ഷെഹ്റാനി ഇമാം ഇത് ചോദിക്കണത്. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മളെ അള്ളാഹു നന്നാക്കട്ടെ. വലിയ സൂഫിയായ മഹാനാണ്, 300-ലധികം കിതാബ് എഴുതിയ വലിയ മഹാനാണ്. എന്നിട്ട് പറയാം, വസമഅതു സയ്യിദി അലിയൻ അൽ ഖവാസ് റളിയല്ലാഹു അൻഹു, എൻ്റെ ഉസ്താദായ അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂൽ, എന്താ പറയുന്നത്? മൻ ഫതഹ അലാ നഫ്സിഹി ബാബ സൂഇൽ ളന്നി ബിന്നാസ്, നാട്ടുകാരെ കുറിച്ച് മോശം വിചാരം ഉള്ള ഒരാൾ ആണെങ്കിൽ അയാൾ എപ്പോൾ എല്ലാവരെ കുറിച്ച് മോശം വിചാരം, പക്ഷെ ആരും ഗീബത്തും പറയില്ല. ഇങ്ങനെ മുന്നോട്ട് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, പക്ഷെ എല്ലാവരെ കുറിച്ചും എപ്പോഴെങ്കിലും അയാളോട് ഒന്ന് തുറന്നു വെച്ചാൽ, സതേ ഈ നാട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്, ഞാനൊന്നും പറയുന്നില്ല, പറയുകയാണെങ്കിൽ കുറേ ഗീബത്ത് പറയേണ്ടി വരും. വാർത്ത ചുരുക്കത്തിൽ നിന്ന് അതിന് പറയല്, ബ്രീഫ്ലി എക്സ്പ്ലനേഷൻ. എങ്ങനെ പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ടാവും, അതിനെ ആയല്ലോ ഫുള്ള്. അങ്ങനെ നാട്ടുകാരെ കുറിച്ച് മോശം വിചാരവുമായി നടക്കുന്ന മനുഷ്യൻ അയാളുടെ മുഴുവൻ രഹസ്യവും പൊളിച്ച് നാറ്റിയിട്ടല്ലാതെ അള്ളാഹു ഈ ദുനിയാവൊന്നും മൂപ്പരെ മരിപ്പിക്കൂല. ദുനിയാവിലായാലും വൽ ആഖിറ, ആഖിറത്തിലായാലും അയാൾ വഷളാവും. അയാളെ ലഗേജ് കൊണ്ടുവന്നിട്ട് ഇത്ര അമ്പിയാക്കൾ ഔലിയാക്കളെ മുമ്പെന്ന് വഷളാക്കിയിട്ടല്ലാതെ അയാൾ മരിക്കൂല, അയാൾ ആഖിറത്തിലെത്തൂല. അതുകൊണ്ട് ഈ പണിക്ക് നമ്മൾ നിൽക്കുക, നല്ല വിചാരമായിട്ട് പോവാ, ആരെ കുറിച്ച് മോശം വിചാരിക്കരുത്. ഇതന്നെ ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ അടുത്തുനിന്ന് ദർസ് പഠിച്ചപ്പോൾ ഗംഭീരം. ഇതാകെ 2 പേജേ ഞാൻ വായിച്ചിട്ടുള്ളൂ.
അതിന് ഒന്നാം വള്ളിയെത്തും. നമ്മൾ ആരെക്കുറിച്ച് മോശം വിചാരിക്കരുത്. നമ്മുടെ ഖൽബ് നന്നാക്കണം. പ്രത്യേകിച്ച് ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, തങ്ങന്മാർ തൊടാൻ പോകരുത്. അഹ്ലു ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് സഞ്ചരിക്കുന്നവരാണ്. ആലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ അനന്തര സ്വത്തായ ഇൽമ് കൈകാര്യം ചെയ്യുന്നവരാണ്. വഹാബികൾ അങ്ങനെ പലതും പറയും, അതിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമ്മുടെ അമൽ ആർക്കും കൊടുക്കരുത്. അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പെട്ട് ചെയ്തതാണ് ഈ വെയിലത്തുള്ള നോമ്പും രാത്രിയുള്ള തറാവിയൊക്കെ. അതാർക്കും നഷ്ടപ്പെടുത്താൻ നമ്മൾ വകവെച്ചു കൊടുക്കരുത്. മൂന്നാമത്തത് എന്ത്? മൂന്നാമത്തത് ഒരാളുടെ ഈമാൻ നഷ്ടപ്പെടുന്ന മൂന്നാമത്തെ തെറ്റ്, മോശമായി മരിക്കാൻ സാധ്യതയുള്ള മൂന്നാമത്തെ തെറ്റിനെ കുറിച്ച് ദഖീറത്തുൽ ഖൈർ എന്ന ഗ്രന്ഥം പറയുകയാണ്. അൽ കലാമു ഇൻദ സമാഇൽ അദാൻ. ബാങ്ക് കേൾക്കുമ്പോൾ ദുന്യവിയായ സംസാരം. ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം അത് ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള, അഥവാ മരണം മോശാവാൻ സാധ്യതയുള്ള ഒരു തെറ്റാണ്. അതിന് നമ്മൾ നിൽക്കരുത്. ബാങ്കിനെ ബഹുമാനിക്കണം. ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വയ്ക്കുന്ന ഒരാൾ തോണ്ടി, എന്താ സൈഷാ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ആ ഓക്കെ. അങ്ങനെ ഞാൻ താഴെ ഇരുന്നിട്ട് ആ തോണ്ടിയ ആളും ഞാനും തമ്മിൽ എന്തെല്ലാം ഹുസൈൻ എത്ര മണിക്ക് ട്രെയിന്, എന്താ അതിൻ്റെ അർത്ഥം? ബാങ്ക് കൊടുക്കുമ്പോൾ മൈക്കിലൂടെ സംസാരിക്കരുതെന്നോ? അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം? ബാങ്ക് കൊടുക്കുമ്പോൾ അതവോടെ ഇജാബത്ത് കൊടുത്താൽ അയാളുടെ ഈമാൻ സലാമത്താവും. അബുൽ ഹസൻ ഉഷാദുലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അയാളുടെ ഈമാൻ സലാമത്താവും. ഹാറൂൻ റഷീദിന്റെ ഭാര്യ നല്ല സ്ത്രീയാ, ഒരുപാട് കിണർ കുഴിച്ചു കൊടുത്ത സ്ത്രീയാ. അവര് ഒരുപാട് സ്ഥലത്ത് മക്കയിലേക്ക് പോകുന്ന വഴിയിലൊക്കെ കിണർ കുഴിച്ചു കൊടുത്ത ഒരു പെണ്ണുങ്ങളാണ്. അവർ മരണപ്പെട്ടപ്പോൾ ഒരാൾ സ്വപ്നത്തിൽ കണ്ടു, മാ ഫഅല അല്ലാഹു ബിക്കി, എന്താ നിങ്ങൾ അള്ളാഹു ചെയ്തത്? എനിക്ക് ദോഷങ്ങളൊക്കെ പുറത്തുനിന്ന് നല്ല സ്ഥാനമാനങ്ങളൊക്കെ കിട്ടി, എന്താ കാരണം? ഞാനൊരു ദിവസം കൊട്ടാരത്തിലിരിക്കുമ്പോൾ കുട്ടികളിങ്ങനെ പാട്ട് പാടുന്നുണ്ട്. അപ്പോഴാണ് ബാങ്ക് കേട്ടത്. ഞാൻ കുട്ടികളോട് കീപ് സൈലന്റ്, ഉണ്ടല്ലോ ബാങ്ക് കൊടുക്കേണ്ടത് എന്ന അർത്ഥത്തിൽ പറഞ്ഞു. കുട്ടികളൊക്കെ സംസാരം നിർത്തി, പാട്ട് നിർത്തി. ആ കാരണം കൊണ്ട് എനിക്ക് അള്ളാഹു വലിയ സ്ഥാനം തന്നു. എങ്ങനെയുണ്ട്? ഏതെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും നമ്മളെ വിജയിപ്പിക്കുന്നതും നമ്മളെ പരാജയപ്പെടുത്തുന്നതും ഒക്കെ. നമ്മളെ കണ്ണിൽ അത് വളരെ ചെറുതായിരിക്കും. നന്മ തിന്മ തൂക്കിയിട്ട് നന്മ കൂടുതലായ ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു എന്ന് വിധി എഴുതുമ്പോൾ അതാ ഒരു തുണി സഞ്ചിയിൽ കുറച്ച് മണ്ണ് വന്നിട്ട് അയാളുടെ നന്മയുടെ തട്ടിൽ വീണു. അതോടുകൂടി അനൗൺസ്മെന്റ് മാറി, ഖദ് സഇദ ഫുലാൻ, ഇതാ ഇയാൾ വിജയിച്ചിട്ടുണ്ട്. ഇയാൾ നോക്കി ഇതേതാ മണ്ണ് നോക്കുമ്പോൾ ഇയാൾ ഒരു മുഅ്മിനിനെ ഖബറടക്കുമ്പോൾ മിൻഹ ഖലഖനാകും എന്ന് പറഞ്ഞിട്ട് ഇട്ട പിടി മണ്ണാണ്. അതാണ് അയാളെ രക്ഷപ്പെടുത്തിയത്. കുശൈരി ഇമാമിൽ നിന്ന് മുല്ല അലീൻ അൽ ഖാരി റഹിമഹുല്ലാ അവിടുത്തെ മിർഖാത്തിൽ എഴുതി വെക്കുന്നുണ്ട്. കണ്ടോ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ. മോനെ, ചെറുതാണ് എന്ന് വിചാരിച്ചിട്ട് നിസ്സാരാക്കരുത്. നിന്റെ കയ്യിൽ 10 രൂപയാണെങ്കിൽ ബക്കറ്റിൽ ഇട്ടേക്ക്, അത് ഗംഭീരമായിട്ട് ആഖിറത്തിലെത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് നവവി ഇമാം റഹിമഹുല്ലാ പറയുന്നുണ്ട്, ഒരു പക്ഷേ നിന്റെ കണ്ണിൽ ചെറിയൊരു നന്മയായിരിക്കും, അതായിരിക്കും നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു നന്മ. നവവി ഇമാം എന്നെ പറഞ്ഞല്ലോ, ചെറുതാണ് എന്ന് വിചാരിച്ചിട്ട് സ്വതക്ക ചെയ്യാതിരിക്കരുത്. ആഖിറത്തിലെത്തുമ്പോൾ അത് വലുതായിട്ട് നിനക്ക് കാണാം. ബാങ്ക് കൊടുക്കുമ്പോൾ മര്യാദയ്ക്ക് അദബ് പാലിച്ച് ഇജാബത്ത് കൊടുക്കണം. എന്ത് ചെയ്യുകയാണെങ്കിലും അവിടെ നിർത്തി വെക്കണം. അത് വായിക്കുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലൊക്കെ അവിടെ നിർത്തിവെച്ച് ആ ഇജാബത്ത് കൊടുക്കാൻ സമയം കൊടുക്കാൻ നമ്മൾ. അതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്, കൂലിയുണ്ട്. ഞാൻ ദീർഘിപ്പിച്ച് ആ ഭാഗത്തേക്ക് പോകണില്ല. 4, ഇനി കുറച്ച് വേഗതയിൽ പോയാലേ നമ്മൾ ഉദ്ദേശിച്ച വിഷയങ്ങൾ രണ്ടും പൂർത്തിയാവും.
നാലാമത്തത് ഹുബ്ബു ദുനിയാ. ദുനിയാവ് ഒരാളുടെ തലയിൽ കയറിയാൽ, ദുനിയാവിനോടുള്ള പ്രേമം ഒരാൾക്ക് കൂടിയാൽ മിക്കവാറും അയാൾ മരിക്കുമ്പോൾ മോശമായിട്ട് മരിക്കാൻ സാധ്യതയുണ്ട്. അതന്നല്ലേ നേരത്തെ ഗസാലിമാമിൻ്റെ ഒരു വാക്കെടുത്ത് ഉദ്ധരിച്ചത്. ദുനിയാവ് ചിന്തിച്ച് 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 ആഖിറം മറന്നു പോകുമ്പോൾ ഒരാൾ മരിക്കുന്നതിനാണ് മോശമായി മരിക്കുക എന്നൊരർത്ഥത്തിൽ പറയാ എന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് തന്നെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദുനിയാവ് ദുനിയാവ് ദുനിയാവ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഫകം മിൻ മുഹിബ്ബിൻ ലഹാ ഹീല ബൈനഹു വബൈന കലിമത്തി തൗഹീദ്. എത്ര മനുഷ്യന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ദുനിയാവിനോടുള്ള ഹുബ്ബ് തലയിൽ കൊണ്ട് മരിക്കാൻ നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. ഉദാഹരണം ഇവിടെ തന്നെ ഉദാഹരണം പറയാം. ബൽഅം ബിൻ ബഊറയിനെ പോലെ എത്ര വലിയ പണ്ഡിതനായിരുന്നു ബൽഅം ബിൻ ബഊറ. അർശ നോക്കിയിട്ട് ഇൽമു പറയാൻ കഴിവുള്ള ഒരു എൻസൈക്ലോപീഡിയ ആയിരുന്നു. എന്തൊരു വിവരം, എന്തൊരു വിവരമുള്ള ആളായിരുന്നു മൂപ്പര്. മൂപ്പരുടെ മജ്ലിസിൽ 12,000 മഷിക്കുപ്പികൾ ഉണ്ടായിരുന്നു മൂപ്പരുടെ ചുണ്ടിൽ നിന്ന് വീഴുന്ന വിവരം എഴുതി വെക്കാൻ. അത്രയും വിവരം ഉണ്ടാവും. 2-3 പേന കൊണ്ടൊന്നും ആവില്ല ഇത്. അത്രയും വിവരം ഉള്ള ആളായിരുന്നു ബൽഅം ബിൻ ബഊറ. മുല്ലാലിൽ ഖാരി തങ്ങൾ പറയുന്നുണ്ട്, ദുനിയാവ് തലയിൽ കയറിയപ്പോൾ അതാ അയാളെ ആഖിറം അയാൾക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെയുണ്ട് ചില മനുഷ്യന്മാര്. ദുനിയാവ് തലയിൽ കയറിയപ്പോൾ മൗലിദില്ല, റാത്തീബില്ല, പരിപാടികളില്ല, വഅലിന്റെ മജ്ലിസില്ല, ഫുൾ തിരക്കോടെ തിരക്ക്. നീ തറാവീഹ് നിസ്കരിച്ചോ? സീസൺ ആയോണ്ട് ഇശാ നിസ്കരിച്ചോ? അത് ഷോപ്പ് പൂട്ടിയിട്ട് നിസ്കരിക്കാന്ന് വെച്ചിട്ടാണ്. തറാവീഹ് സുന്നത്ത്, ഇശാ ഫർളല്ലടോ, അതും റമളാനിലല്ലേ. എത്ര മണിക്കാണ് ഷോപ്പ് പൂട്ടല്? ഇപ്പൊ സീസൺ ആയതുകൊണ്ട് ഒരു 3:30-4:30 ഒക്കെ ആവും. ഇന്നലെ ഇശാ നിസ്കരിച്ചാ? ഇല്ല, ഇന്നലെ ഖളായി പോയി. എന്തിനാ മോനെ ഇങ്ങനെ സമ്പാദിക്കണത്? ആർക്ക് വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടാ? ഭൂമിയുടെ മുകളിൽ ഉള്ള വീട്, ആ വീടിന്റെ പണി പൂർത്തിയാകാനാ നീ ഇതൊക്കെ സമ്പാദിക്കണത്. ആ വീടിന്റെ ഹൗസ് വാമിങ്ങിന് നീ കൂടുമെന്ന് ഉറപ്പില്ല. അതേസമയം കൊല്ലങ്ങളോളം നീ താമസിക്കേണ്ട വീട് ഭൂമിന്റെ താഴെ ഉണ്ട്. ആ വീട്ടിൽ എന്തായിരിക്കും നിസ്കാരം ഖളായ ആളുടെ അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? ദുനിയാവ് തലയിൽ കയറുമ്പോൾ അയാളുടെ മനസ്സിൽ നിന്ന് ആഖിറം നഷ്ടപ്പെടും. ഗസാലിമാമ അള്ളാഹുവിനോടുള്ള പ്രേമം വിശദീകരിക്കുന്നിടത്ത് എഴുതി വെക്കാണ്, ഒരാൾക്ക് അള്ളാഹുവിനോട് ഇഷ്ടം വർദ്ധിക്കണമെങ്കിൽ, ഒരാൾക്ക് അള്ളാഹുവിനോട് സ്നേഹം കൂടണമെങ്കിൽ അയാൾക്ക് ദുനിയാവിനോടുള്ള ഹുബ്ബ് ഇല്ലാതാവണം. അതാ വേണ്ടത്. ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ല ഇഷ്ടമുണ്ട്. എന്താ അതിൻ്റെ അടയാളം? സ്വലാത്തില്ല, ഖുർആൻ ഓതുക, അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക, മദീന കാണാൻ പൂതി വെക്കുക, നബി തങ്ങളെ സ്വപ്നം കാണാൻ വിചാരിക്കുക. ഇങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട്. അതിൽ അഅ്ളമുഹ വഅജല്ലുഹ, ഏറ്റവും വലിയ ആഗ്രഹം ഏതാണെന്നറിയാം? ഏറ്റവും വലിയ അടയാളം ഏതാണെന്നറിയാം? ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തുണ്ടെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹം ദുനിയാവിനോട് ഇഷ്ടം കുറയാനാണ്. കാരണം എന്തുകൊണ്ട്? നബി തങ്ങൾക്ക് ദുനിയാവിനോട് ഇഷ്ടമില്ലായിരുന്നു. കണ്ടോ? അതുകൊണ്ടാണല്ലോ ഖസീദത്തുൽ ബുർദയിൽ പറയുന്നുണ്ടല്ലോ, വശദ്ദ മിൻ സഗബിൻ അഹ്ശാഅഹു വതവാ തഹ്തൽ ഹിജാറതി കശ്ഹൻ മുത്രഫൽ അദമി. വയറിന് കല്ല് വെച്ച് കെട്ടി നടന്ന നേതാവാണ്. എന്തുകൊണ്ട്? മിൻ സഗബിൻ ഐ മിൻ ജൂഇൻ, വിശപ്പിന്റെ കാരണത്താൽ. അപ്പൊ ചില ആൾക്കാർക്ക് തോന്നും, വേഷന പിന്നെ കല്ലെല്ലാം വെച്ച് കെട്ടി നടക്കലെന്നല്ലേ പണി, അതിനല്ലേ ചെയ്യേണ്ടത്. എന്നിപ്പോൾ വല്ല മദ്ഹായിട്ട് പറയേണ്ട ആവശ്യം? പലസ്തീനിലെ കുട്ടികളുടെ ചിത്രം കണ്ടിട്ടില്ലേ? സൊമാലിയക്കാർ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറയുന്നേക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാ കാര്യമായിട്ട് ബുർദയിലൊക്കെ ഒരു മദ്ഹിൻ്റെ ഫസ്ലിൽ അത് കൊണ്ടുവരാനുള്ള കാരണം എന്താ? ആ ചോദ്യം വരുന്നോണ്ടാണ് ബൂസൂരി ഇമാം അടുത്ത വരിയിൽ തന്നെ അതിൻ്റെ ഉത്തരം പറയണത്. നബി തങ്ങൾക്ക് ദുനിയാവ് ഇല്ലായിട്ടൊന്നും അല്ല കേട്ടോ. നബി തങ്ങൾക്ക് സമ്പത്തില്ല എന്ന് പറയാൻ പാടില്ല. പിന്നെ നബി തങ്ങൾക്ക് സമ്പത്തില്ല എന്നല്ല, നബി തങ്ങൾക്ക് സമ്പത്ത് വേണ്ട എന്നാണ് പറയുന്നത്. ആ ചോദ്യം മനസ്സിൽ വായനക്കാർക്ക് വരുമോ എന്ന ആശയത്തിലാണ്, അഥവാ മുഖദ്ദറായ സുആലിന് ജവാബ് എന്നാ പറയല്. ഉത്തരം അതാ, അടുത്ത ഉത്തരം വരുന്നു.
വറാവദതുഹുൽ ജിബാലു ശുമ്മു മിൻ ദഹബി. ഉയർന്നു നിൽക്കുന്ന ജബൽ അബി ഖുബൈസ് അടക്കമുള്ള 5 പർവ്വതങ്ങൾ തങ്ങളെടുത്ത് വന്നിട്ട് ചോദിച്ചു, മിൻ ദഹബി, നമ്മൾ സ്വർണ്ണാവട്ടെ നബിയേ. അപ്പൊ തങ്ങൾ ഫഅറാഹാ അയ്യമശമമി, ഗെറ്റ് ഔട്ട്, സ്വർണം, എനിക്കോ സ്വർണം. അപ്പൊ വീണ്ടും ഒരു സംശയം വരും, ഇത്രയും വിശപ്പും പട്ടിണിയൊക്കെ ആയിട്ട് തങ്ങൾക്ക് എന്ത് ഈ ദുനിയാവിനോട് ഇത്ര താല്പര്യം ഇല്ലായ്മ, എന്താ അതിൻ്റെ കാരണം? അതാണ് അടുത്ത വരിയിൽ ബുർദാന്നറ അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ബുർദക്ക് എത്ര രീതി എടുക്കാൻ പറ്റും എന്ന് വിചാരിക്കണതിനേക്കാൾ കൂടുതൽ ബുർദക്ക് എത്ര ഷറഹുണ്ട് എന്ന് വിചാരിച്ച് പഠിക്കുക വേണ്ടത്. കുറേ കാലം കേരളം ബുർദ പാടിയില്ലേ, ഇനി കുറച്ച് പഠിക്കാൻ നോക്ക്, എന്നാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അടുത്ത വരി അതാ പറയാണ്, എന്താ പറയണത്? എന്താ തങ്ങൾക്ക് ദുനിയാവിനോട് ഇത്ര താല്പര്യമില്ലാത്തത്? എന്താ അതിന്റെ കാരണം? വറാവദതുഹുൽ ജിബാൽ, പർവ്വതങ്ങൾ ഒന്നടങ്കം വന്ന് ചോദിച്ചല്ലോ, സ്വർണ്ണാവട്ടെ നബിയെ. വേണ്ട വേണ്ട. എന്താ അതിന്റെ കാരണം? വഅക്കലത് സുഹ്ദഹു ഫീഹാ ളറൂറതുഹു ഇന്ന ളറൂറത ലാ തഅദു അലൽ ഇസ്മി. തങ്ങൾക്ക് ദുനിയാവിനോട് താല്പര്യമില്ല. അതാണ് പൊതുവെ സമ്പത്തിനോടുള്ള താല്പര്യം 3 തരത്തിലുണ്ടാവുക. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാലേ ഇത് മനസ്സിലാവും. കിതാബ് വെച്ചിട്ട് ഉദാഹരണം പറയുന്നത് അദബ് കേടാണ്. അത് നോക്കുക, ഈ പീഠത്തെ നോക്കുക നിങ്ങളെല്ലാവരും. ദുനിയാവിനോടുള്ള താല്പര്യം 3 തരത്തിലാണ് ഉണ്ടാവുക. ഒന്ന്, ഫസ്റ്റ് A+ ഗ്രേഡുകാർ. അതാരാ? സാഹിദ് എന്നാണ് അവരെ കുറിച്ച് പറയാ. ആ ക്വാളിറ്റിയെ കുറിച്ച് സുഹൃദ് എന്നാണ് പറയാ. അവർക്ക് ഉള്ള സമ്പത്തൊന്നും വേണ്ട, അതിനെക്കുറിച്ച് വഴിയെ പറയാം. രണ്ടാമത്തത് A ഗ്രേഡുകാർ. അവരാരാ? ഖനാഅത്തുള്ളവർ എന്ന് പറഞ്ഞാൽ ഉള്ളത് തൃപ്തിപ്പെട്ട് ജീവിക്കും. മൂന്നാമത്തത് തോറ്റ ടീം. അതാരാ? ഹിർസ്, അലച്ച ഉള്ളവർ. ഇത് 3നെയും വിശദീകരിക്കുകയാണ്. ആദ്യം തോറ്റ ടീമിനെയാണ് പറയണത്. ലഫ് നഷർ ഗൈർ മുറത്തബായിട്ടാണ് പറയണത്. തോറ്റ ടീം. എന്താണ് ഈ തോറ്റ ടീം എന്ന് പറഞ്ഞാൽ? തോറ്റ ടീം എന്ന് പറഞ്ഞാൽ ഹിർസ്, അലച്ച ഉള്ളവർ, ആർത്തിയാണ് അവർ, ഭയങ്കര ആർത്തി. എന്താ അതിൻ്റെ അർത്ഥം? ഉള്ളത് പോരാന്ന് മാത്രമല്ല, ഇനിയും വേണം. നല്ല പെൺകുട്ടിനെ കല്യാണം കഴിച്ചായിരിക്കും, എന്നാലും വഴിയിലൂടെ പോകുന്ന +2 പെൺപിള്ളേരെല്ലാം പിന്നെയും നോക്കും. എന്താ ചങ്ങായിനെ പറയേണ്ടത്? നെയ്ച്ചോറ്, ബിരിയാണി, മന്തി എല്ലാം തിന്ന് അതിൻ്റെ ആമ്പൊക്കെ ഇട്ട് ചോദിക്കും, പുഡിംഗ് ഒന്നും ഇല്ലേ? നോമ്പായിട്ട് കഞ്ഞിയൊന്നും ആക്കിയിട്ടില്ല. കണ്ട, എല്ലാം ഉള്ളത് മുഴുവനും തിന്നും, ഉള്ളതെല്ലാം ആസ്വദിക്കും, ഇനിയും വേണം എന്നുള്ള ചിന്ത. നമുക്ക് ആ സൂക്കട് ഉണ്ടോ ഇല്ലയോ എന്ന് വെറുതെ നോക്കാൻ വേണ്ടി ഒരു QR കോഡ് ഞാൻ ഇവിടെ വരക്കാം. അത് സ്കാൻ ചെയ്യുക, നമുക്ക് വേഗം അടുത്തയിലേക്ക് പോവാം. എന്താണ് QR കോഡ്? നമ്മുടെ ഉപ്പ ഷാർജയിലോ ഫുജൈറയിലോ റാസൽ ഖൈമയിലോ 40 കൊല്ലമായിട്ട് ജോലി ചെയ്ത വാപ്പയാണ്. ആ വാപ്പ റിട്ടയർഡ് ആയിട്ട് അഥവാ റിസൈൻ ചെയ്തിട്ട് നാട്ടിലേക്ക് വരികയാണ്. വന്ന് പെട്ടി പൊളിച്ചപ്പോൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ നല്ലൊരു ഐഫോൺ കണ്ടു. 1 lakh above ക്യാഷ് ഉണ്ട് എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി, എൻ്റെ പേര് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ആ ഫോൺ നമുക്ക് വേണ്ട, കാരണം നമ്മൾ 3 ദിവസമേ ആയിട്ടുള്ളൂ ഒരു പുതിയ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. സോ ആ ഫോൺ നമുക്ക് താല്പര്യമില്ല. മാത്രമല്ല, താല്പര്യപ്പെട്ടിട്ടും കാര്യമില്ല. ഉപ്പ വേറെ ആയിരിക്കല്ലോ പലപ്പോഴും ഒരു ഹെൽപ്പ് എന്ന നിലയിൽ കൊണ്ടുവരാറുണ്ട്. എൻ്റെ മോനിക്ക് ഈ സാധനം ഒന്ന് കൊടുക്കണേ, ഞാൻ ഇപ്പോഴേ നാട്ടിലേക്ക് പോകുന്നില്ല എന്ന അർത്ഥത്തിൽ ആരെങ്കിലുമൊക്കെ ഒരു റിക്വസ്റ്റ് എടുത്താൽ വാപ്പ അങ്ങനെ ഒരു സഹായിക്കുന്ന മനസ്സുള്ള ആളായതുകൊണ്ട് കൊണ്ടുവന്നതായിരിക്കും എന്ന് പതിവ് വെച്ചിട്ട് ഗസ് ചെയ്ത് അങ്ങനെ അത് അത്ര മനസ്സിൽ കൊടുത്തിട്ടില്ല. ബാക്കി പെട്ടിയൊക്കെ പൊളിച്ച് ഓരോന്ന് കഴിഞ്ഞ് നമുക്ക് കിട്ടേണ്ട 2 ഷർട്ട് പീസും മറ്റൊക്കെ കിട്ടിയിട്ട് നമ്മൾ പോകുന്നു. പിറ്റേന്ന് രാവിലെ സുബീസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് റൂമിലേക്ക് എത്തിയപ്പോഴാണ് മേശപ്പുറത്ത് ഫോണ് വിത്ത് ഇറ്റ്സ് ബോക്സ്, അതിൻ്റെ ബോക്സോട് കൂടി കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഉമ്മാനടിച്ച് ഇതേതാ? ഉപ്പ കൊടുത്തത്. ആയിരിക്കാന്ന് സംഭവിച്ചത്? ആയിരിക്കും. അതാ ഉപ്പ വരുന്ന ഉപ്പാനോട് അല്ല ഉമ്മ ചോദിക്കും, അല്ല നീ എന്നെ ചോദിച്ചു എന്താ പ്രശ്നം എന്നാ? ഇതായിരിക്കാം നിങ്ങൾ ഫോണുകൊണ്ട്. ഞാൻ ആയിരിക്കുമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ 40 കൊല്ലം അവിടെ ജോലി ചെയ്തപ്പോൾ നമ്മളെ ഷെയ്ഖ് റാഷിദ് അഥവാ ബോസ് എന്നോട് പറഞ്ഞതാണ്, ഏതായാലും മഹമ്മൂദ് നീ 40 കൊല്ലം ഇവിടെ ജോലി ചെയ്തല്ലേ, എന്നിട്ടൊരു ഹദിയ ഗിഫ്റ്റ് ഈ ഫോൺ വാങ്ങി തന്നതാണ്. എനിക്ക് നിങ്ങൾ ഐഫോണും കുയ്ഫോണൊന്നും വേണ്ട,
പിന്നെ എനിക്ക് 5 ഉണ്ടല്ലോ, വലിയ 5 മക്കൾ, ആരെങ്കിലും എടുത്തോട്ടെ. പിന്നെ 2 പെൺമക്കളുണ്ടല്ലോ, വേറെ പുതിയ പിള്ളേരും ഉണ്ട്, ആരെങ്കിലും എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് വേറെ ആരെയും ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല എന്ന് പറയലോടുകൂടി നമ്മൾ ആർത്തി വണ്ടി സ്റ്റാർട്ടാക്കും. ആർക്കും വേണ്ടെങ്കിൽ പിന്നെ എന്താണെന്നറിയില്ല, ഞാൻ മിന്നാന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയ ഫോണ് അതാ. QR കോഡ് വേഗം സ്കാൻ ചെയ്യാം കേട്ടോ, നമുക്ക് ആർത്തി ഉണ്ടോ ഇല്ലയോ നോക്കാൻ. ആർത്തി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേഗം സ്കാൻ ചെയ്യാം, നമുക്കിതുണ്ടോ ഇല്ലയോ. ഇതാണ് പരാജയപ്പെട്ട ഒരു ടീമിൻ്റെ അടയാളം, ആർത്തി, ഭയങ്കര ആർത്തി. ഒരു പണക്കാരൻ വണ്ടിയിലെത്തിയാൽ മൂപ്പര് സാഹിത്യത്തിൽ ആർത്തി കാണിക്കും. അതെങ്ങനെ? ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ എത്തിയാൽ നല്ല ഡ്രസ്സ് കേട്ടോ, പക്ഷെ ഫൈസൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല, മക്കൾക്കാണെങ്കിൽ പെരുന്നാൾക്ക് എടുത്തിട്ടു, ഇയാൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊരു വൃത്തികേടാണെന്ന് ഷഹറാനി മാവ് തന്നെ തൻ്റെ ഹാദിൽ ഹാഇരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീനിൽ ചോദിക്കുന്നുണ്ട്, എന്തൊരു വൃത്തികേടാണ് അതൊക്കെ. ഇതാണ് ആർത്തി എന്ന് പറഞ്ഞത്. ഇത് കാക്കൻ്റെ ഒരു സ്വഭാവം. കാക്ക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ജില്ലക്കാർ ജ്യേഷ്ഠനെയും കാരണന്മാരെല്ലാം കാക്ക എന്ന് പറയുന്ന പോലെയല്ല, CROW, മുകളിലൂടെ പറന്നു പോകുന്ന പക്ഷിക്കുള്ളൊരു സ്വഭാവമാണത് കാക്കക്ക്. കാരണം നന്നായിട്ട് വയറ് നിറച്ച് ഹോട്ടലിൽ വയ്ക്കുന്നതായിട്ട് ഗംഭീര സദ്യൻ്റെ ആ ഇലയിൽ നിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ച് കാക്ക വന്ന് പിന്നെ ഒരു എലി ചത്തത് കണ്ടാൽ ഒന്ന് കൊത്തിയിട്ടേ പോകും. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. മന്തിയും ബിരിയാണിയും പൊറോട്ടയും ചപ്പാത്തിയിലും ഫുള്ള് തിന്ന് കഴിഞ്ഞ് ഫ്രൂട്ട്സ് ബാക്കിയുള്ളത് കിച്ചണിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു 10 ആംന്ന് തിന്നിട്ടേ പോകുള്ളൂ. അതങ്ങനെയാണ് ചില ആൾക്കാർക്കുള്ളത്. അത് ജന്മനാളുള്ള, അത് ബിരുദമൊന്നും എടുത്തിട്ടല്ല, അങ്ങനെ തുബിയാല കുലൂബിയും എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള മനുഷ്യന്മാരുണ്ടാവും. ആർത്തി. രണ്ടാമത്തൊരു വിഭാഗം അതാരാ? അവർ ഖനാഅത്തുള്ളവർ. അവർക്ക് ഉള്ളത് വേണം. ആ ഭാര്യ അത് കൃത്യമായിട്ട് കൊണ്ട് നടക്ക്, ആ ഭാര്യയായിട്ട് ആസ്വദിച്ച് നല്ല ജീവിതം, വേറൊന്നും ചിന്തയൊന്നുമില്ല, ഉള്ള സമ്പത്ത് മര്യാദ. ആർത്തിയില്ല അവർക്ക്, ഉള്ളത് വേണം. ഇയാൾക്ക് നേരത്തെ പറഞ്ഞാൽ ഉള്ളത് പോരാ, ഇയാൾ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് അത്യാഗ്രഹങ്ങളും ദുരാഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട്. എന്തൊക്കെ അർത്ഥാനം? അൽഹംദുലില്ലാഹ്, ഗോയിങ് ആസ് വെൽ, അടിപൊളിയായിട്ട് പോകുന്നു, പരാതികളില്ല, പരിഭവങ്ങളില്ല, നല്ല ജീവിതം. ഇതാണ് രണ്ടാമത്തെ. ഒന്നാമത്തെ ഒരു ടീമുണ്ട്, അഥവാ ഇപ്പോൾ നമ്മളുണ്ടുമ്പോൾ മൂന്നാമത്തെ വിഭാഗം A+ ഗ്രേഡുകാർ. അതിൻ്റെ ലീഡർ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു എന്നൊക്കെ നമുക്ക് സാധാരണ ഭാഷയിൽ പറയാം. അവർക്കിടെ പ്രത്യേകത എന്താ? ഉള്ളത് തന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ തോറ്റ ടീം ഉള്ളത് പോരാ, രണ്ടാമത്തത് ഉള്ളത് വേണം, വേറൊന്നും വേണ്ട. ഇവർക്ക് ഉള്ളത് തന്നെ വേണ്ട. റഈസു സാഹിദീൻ സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു ഉള്ളത് തന്നെ വേണ്ട. ഇന്ന ലില്ലാഹി ഇബാദൻ ഫൂത്തന, ബുദ്ധിമാന്മാർ, തൊല്ലഖുദ്ദുന്യ വഖാഫുൽ ഫീത്തന. എന്ത് ദുനിയ, എന്ത് ദുനിയ! ഫിറൗനെല്ലാം കൊടുത്ത ദുനിയാവല്ലേ, എനിക്ക് വേണ്ട. അല്ല, ശമ്പളം കൂട്ടിത്തരാം, നോ നോ നോ. സുബികളാക്കിയിട്ടൊരു ശമ്പളം കൂട്ടുന്ന ജോലി, നോ നോ നോ. കള്ള് വിതരണം ചെയ്തിട്ടുള്ള ഒരു എയർ ഹോസ്റ്റസ്, എനിക്ക് വേണ്ട, നോ നോ. എന്ത് ദുനിയ, നോ നോ നോ. അങ്ങനെ മക്കളെ പോറ്റിയ മക്കൾ നന്നാവും ചെയ്യില്ല എന്ന് എനിക്കറിയാം. എൻ്റെ സുബികളാക്കിയിട്ട് ഒരു ഗൾഫ് ജീവിതം, നോ നോ, എനിക്ക് വേണ്ട. കടാ, ആർക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. ദുനിയാവ് എന്ത് ദുനിയ? അപ്പം എങ്ങനെ ജീവിക്കൽ? അള്ള തരും, അത്ര അള്ള തരും. ഇപ്പം ചില ഇൽമിൻ്റെ അഹലുകാരെ തന്നെ തെറ്റായ ഓൺലൈൻ ബിസിനസ്സുകാർ ഫോൺ വിളിച്ചിട്ട് പറ്റിക്കൽ എങ്ങനെ? ഉസ്താദേ, ഈ ചെറിയ ജോലി മദ്രസ മുഅല്ലിം എല്ലാം ആകുമ്പോൾ വീടൊക്കെ ആവോ? അതിനൊരു വണ്ടിയൊക്കെ വേണ്ടേ? അതാണ് 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 സ്റ്റാർട്ടിങ്, അതാണ്. ഇപ്പോൾ ഒരാളെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് തുടങ്ങൽ. ഒരാൾക്ക് ഇപ്പോൾ നമ്മളെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെയാണ് തുടങ്ങുക? ഉസ്താദേ, എനിക്ക് കുറച്ച് ഫണ്ട് ഉണ്ട്, ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. ഉസ്താദിനോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഉസ്താദ് ഇതിനൊന്നും നിൽക്കില്ല എന്ന് എനിക്കറിയാം. അത് ഒന്നാമത്തെ ഡോസാണ്, നമ്മളെ വീഴ്ത്താണല്ലോ ഒന്നാമത്തെ ഡോസ്. രണ്ടാമത്തത്, ഉസ്താദിനെ പോലത്തെ ഒരു വിശ്വാസമുള്ള ഒരാളെയാണ് എനിക്ക് കിട്ടേണ്ടത്. 2 കോവാക്സിനുമായി കോവാക്സിനുമായി ഇനി വീഴും, എനിക്കവർ വീഴും. ദുനിയാവിനെ ആർത്തിയുമായി നടക്കുന്നൊരു തലമുറ. 25,000 ഉണ്ടോ കോടീശ്വരനാവാമെന്ന വ്ളോഗ് കാണുമ്പോൾ വീണു പോകുന്ന മനുഷ്യന്മാർ മലയാളികൾക്ക് എപ്പോഴാ ബോധം വരിക? പെടരുത്. ദുനിയാവിനെ ഹുബ്ബ് വെച്ച് നടന്നാൽ പിന്നെ അള്ളാഹുവിനോടുള്ള ഹുബ്ബില്ലാതാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബില്ലാതാവും.
നമ്മളെ മക്കളെ വളർത്തുമ്പോൾ ഗസാലി ഇമാം ഇഹ്യയിൽ പറഞ്ഞല്ലോ, മക്കൾക്ക് ദുനിയാവിനോടുള്ള ഹുബില്ലാതെ വളർത്തണം. അത് ഇന്നലെ അതിൻ്റെ ചെറിയ പാർട്ടുകൾ സൂചിപ്പിച്ചത് കൊണ്ട് ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഖാറൂൻ മുതലാളി എന്താ പരാജയപ്പെടാനുള്ള കാരണം? ദുനിയാവ് കിട്ടിയപ്പോൾ അയാൾക്ക് മൂസാ നബിയോട് ഒരു വെറുപ്പ്. എന്ത് സക്കാത്ത്, എന്ത് സക്കാത്ത്, സക്കാത്തൊന്നും ഞാൻ തരൂല. കണ്ടങ്ങള് ദുനിയാവ് കുറച്ച് കിട്ടുമ്പോൾ അങ്ങനെയുണ്ട് ചില ആൾക്കാർ. സജീവമായിട്ട് പള്ളിയിലൊക്കെ ഉണ്ടാവും. ഒരു കിഡ്സിൻ്റെയോ ലേഡീസിൻ്റെയോ ജെൻസിൻ്റെയോ ഡ്രസ്സിൻ്റെ ഷോപ്പ് തുടങ്ങി പെട്ടെന്നതാ ജമാഅത്തുമില്ല, പരിപാടിയുമില്ല, ഒന്നിനും മൂപ്പര് പങ്കെടുക്കണില്ല, ഒന്നിനുമില്ല. ഇനി എന്തൊക്കെ തരാൻ ഇല്ലല്ലോ? അല്ല, ഒറ്റയടിക്ക് എല്ലാം തീർക്കാതെ വിചാരിച്ചിട്ടാണ്. നമ്മളെ പ്രിയപ്പെട്ട ഗുരുവര്യർ നഈമി ഉസ്താദിൻ്റെ വളരെ മനോഹരമായ ഒരു പുസ്തകം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടും കുടുംബവും എന്ന വിഷയത്തിൽ ഉള്ള പുസ്തകം ഇവിടെ വിൽപ്പനക്കുണ്ട്. നിങ്ങളെല്ലാവരും സംഘാടകർ പറയുന്ന സംഖ്യ കൊടുത്ത് വാങ്ങണം. നബിതങ്ങളുടെ കുടുംബജീവിതം പഠിച്ചാൽ തന്നെ നമ്മുടെ കുടുംബം നന്നാവും. സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത്, പഠിക്കുന്നത് മക്കൾ നന്നാവാനുള്ള വഴിയായി ഇമാം ഗസാലി റഹിമഹുല്ലാ ഇഹ്യാ ഉലൂമുദ്ദീനിൽ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. അഞ്ചാമത്തത്, ഒരാളുടെ മരണം മോശമാവുന്നതിൻ്റെ അഞ്ചാമത്തെ അടയാളം അൽ കിബ്റു വൽ ഉജുബു വൽ ഹസദു. ഇതൊക്കെ ദീർഘമായി പറയേണ്ടതാണ്, ജസ്റ്റ് ഒന്ന് ഗ്ലാൻസ് ചെയ്ത് പോവാം. വഹിയ സബബു ഇഹ്ലാഖു ഇബ്ലീസ് വ ശഖാവതിഹി. ഒരാൾക്ക് കിബ്ർ ഉണ്ടായാൽ അയാൾ മോശമായിട്ട് മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് പറയുമ്പോൾ എനിക്കോ നിങ്ങൾക്കോ തോന്നുകയാണ് എനിക്ക് കിബ്ർ ഇല്ല, അത് കിബ്റിൻ്റെ ഒന്നാമത്തെ അടയാളമാണ്. എനിക്കാ കിബ്ര, അത് കിബ്റിൻ്റെ ഒന്നാമത്തെ അടയാളം. നമുക്കത് പേടിയാവേണ്ടത്. ശരീരത്തിന് അത്ര രോഗം പിടിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ ആഖിറത്തിൽ കുടുങ്ങാനില്ല. ഒരു ദിവസം പനി ബാധിച്ച് അത് ക്ഷമിച്ചാൽ ഒരു കൊല്ലത്തെ ദോഷം മുറുക്കും. വലിയ രോഗം വരെ ഒന്നും വേണ്ട, ക്യാൻസർ വന്നാലേ ദോഷം മുറുക്കുള്ളൂ എന്നൊന്നുമില്ല. ഒരു മുള്ള് തറച്ചാൽ തന്നെ നമ്മൾ ദോഷം മുറുക്കും. കണ്ടങ്ങള് ടെൻഷനായാൽ തന്നെ ദോഷം മുറുക്കും. കുടുംബത്തിൻ്റെ കാര്യം ഓർത്തിട്ട് ടെൻഷനായാൽ പൊറുക്കുന്ന ദോഷങ്ങൾ എത്ര ഉണ്ട്? മക്കളെ ഫീസ് അടക്കണല്ലോ റബ്ബേ, മറ്റോനാണെങ്കിൽ അഡ്മിഷൻ ഫീസിന് ചോദിക്കുന്നുണ്ടല്ലോ, ഇതെന്താക്കല് രണ്ടറ്റം മുട്ടുന്നില്ലല്ലോ റഹ്മാനെ. അങ്ങനെ ടെൻഷനാകുമ്പോൾ തന്നെ ഈ ഓട്ടോ ഡ്രൈവറുടെ എത്ര ദോഷം പുറത്തിട്ടുണ്ടാവും. ഇയാളിങ്ങനെ ദ്വാരക്കാണ്, കൈക്കൊക്കെ താമ്പ് കെട്ടിയിട്ടുണ്ട്. എങ്ങനെയാ റബ്ബേ ഭാര്യൻ്റെ 3 പ്രസവവും ഓപ്പറേഷനും, പരാതിയൊന്നും എന്നോട് പറയൂല ഞാൻ. അതൊക്കെ നീ വലിയ ദർജ തരാൻ വേണ്ടിയിട്ടായിരിക്കും. മക്കളെ ഫീസ് അടച്ചിട്ടില്ല, എന്താ ഞാൻ ചെയ്യേണ്ടത്? ആജിക്കമാറല്ലോ 2000 10,000 ഏറ്റെടുക്കുമ്പോൾ പൂതിയുണ്ട്. ഞാൻ ഈ മത്സ്യവില്പന നടത്തിയിട്ട് എത്രയും കൊടുക്കണ്ട്. എന്നാലും ആ മത്സ്യത്തിൻ്റെ മണമുള്ള ഒരു 20 രൂപ നല്ല നീയത്തോടെ ബക്കറ്റിലിടുന്നുണ്ട്, സ്വീകരിക്കണേ അല്ല. എങ്ങനെ ഈ മോനല്ല ഏറ്റെടുക്കാണ്ടിരിക്കുക, എങ്ങനെ ഏറ്റെടുക്കാണ്ടിരിക്കുക? യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്. എടാ, ശരീരത്തിന് എത്ര രോഗം വന്നാലും ആഖിറത്തിൽ കുടുങ്ങുകയൊന്നും ചെയ്യില്ല. അമ്പിയാക്കൾക്ക് രോഗം വന്നിട്ടില്ലേ? ഇല്ലേ? പിന്നെ ഈ കഥാപ്രസംഗത്തിലും ചില പുസ്തകത്തിലൊക്കെ ഉള്ള പോലെ അയ്യൂബ് നബിക്ക് ഭയങ്കര വെറുക്കപ്പെട്ട രോഗങ്ങൾ, പുണ്ണുകൾ വന്നു എന്നൊക്കെ പറയണത് കെട്ടുകഥകളാണ്. അങ്ങനെയൊന്നും കഥയില്ല. ഒരു നബിക്കും അങ്ങനെ വെറുപ്പുണ്ടാകുന്ന രോഗമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ കെട്ടുകഥകളാണ്. അങ്ങനെ വെള്ളപ്പേപ്പറിൽ കറുത്ത മഷിയിൽ കാണുന്ന എല്ലാം വിഴുങ്ങരുത്. അതാണ് ഉസ്താദുമാരുടെ അടുത്ത് ഓതി പഠിക്കണം എന്ന് പറയണത്. കുറേ കഥാപ്രസംഗത്തിൽ കുറേ ബഡായിസാണ് പൊതുവേ ഉണ്ടാവല്. അതാ നോക്കൂന്ന് എവിടെ നോക്കാൻ, എവിടെ നോക്കട്ടെ. അങ്ങനെ ആ സ്ത്രീ ആ കുട്ടിക്ക് ജന്മം നൽകി എന്ന് പറയുമ്പോൾ 2 പിള്ളേർ ഇപ്പുറത്ത് കുണ്ടന്മാരുണ്ടാവും പാട്ടോടാൻ. അങ്ങനെ ആ കുട്ടിക്ക് ജന്മം നൽകി എന്ന് പറയുമ്പോൾ ഇയാൾ ജന്മം നൽകിയവനെ എന്നിട്ട് പാട്ടു. പാടിക്കോട്ടെ, അതിലും തെറ്റൊന്നുമില്ല, പക്ഷെ ഹക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ.
വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ്. ദീനിൻ്റെ കാര്യം അറിയാതെ പറയുന്നത് പച്ച ഹറാമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. സാധാരണക്കാർ ഈ സ്വലാത്തിന് 10 ലക്ഷം കൂലിയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം ഷെയർ ചെയ്താൽ മതി. വേണ്ടാത്ത പണിക്ക് വെക്കരുത്. ആയത്തുൽ കുർസിയുടെ 38 നേട്ടങ്ങൾ നിങ്ങൾക്കറിയാതെ അല്ല. താഴെ നബിവചനം എന്നുണ്ട്. അതുള്ളതുകൊണ്ടാണ് ഷെയർ ചെയ്യരുത് എന്ന് പറയുന്നത്. നീ സ്വന്തം പറയുന്നതെങ്കിൽ ചിലപ്പോൾ ഒപ്പിക്കുക. നബിവചനം എന്ന് കളവ് പറഞ്ഞാൽ ആഖിറത്തിൽ കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞാൽ ഫല്ലതബവ്വ മഖഅദുഹു മിനന്നാർ, നരക സീറ്റ് ടിക്കറ്റ് കൺഫേം. അഥവാ അബൂജഹലാറ്റാട വന്നിരുന്നെങ്കിൽ TTRോട് പറയാണ്ട് തന്നെ എണിപ്പിച്ചിട്ട് അടിയിരിക്കാം. എവിടെ എഗ്മോറിലല്ല, നരകത്തിൽ. വേണ്ടാതെ പണിക്ക് നമ്മൾ ആരും നിൽക്കരുത്. കിട്ടിയ വീഡിയോസും ടെക്സ്റ്റും ഷെയർ ചെയ്യുക. ഇന്ന് ദിക്കറില്ല, ഇങ്ങനെ ദിക്കറില്ല. ഇപ്പം പുതിയ പുതിയ ദിക്കറുകളുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ കാലമാണ്. ഒരൊറ്റ മനുഷ്യനും അറിയാതെ ഷെയർ ചെയ്യാൻ പാടില്ല. ഒതൻറ്റിക്കായി മതം പഠിച്ച ആലിമിൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടല്ലാതെ നമ്മൾ ഷെയർ ചെയ്യരുത്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ രോഗം ശരീരത്തിന് വന്നാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കൂടിപ്പോയാൽ മരിക്കും അല്ലേ? ആഖിറത്തിലെത്തി അതിന് വലിയ ദർജ ഉണ്ടാവും. പക്ഷെ ഖൽബിന് രോഗം വരാൻ പാടില്ല. നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു അവയവം അത് മാത്രമേ ഉള്ളൂ. ഖൽബിനൊരൊറ്റ രോഗം വരരുത്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഖൽബിൻ്റെ ഏറ്റവും വലിയ രോഗമാണ് കിബർ എന്ന് പറയുന്നത്. കിബറിൻ്റെ മിസ്കാല ദർറത്തിൻ മിൻ ഖർദൽ, അങ്ങനെയല്ലേ ഹദീസ്? ഒരു കടുക് മണിയുടെ അത്ര കിബറിൻ്റെ അംശം ഒരാളുടെ ഖൽബിലുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അയാൾ സ്വർഗത്തിൽ കയറൂലെന്ന് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ക്യാൻസർ വന്നാൽ കൂടിപ്പോയാൽ മരിക്കും. കിബർ വന്നാൽ ചത്തുപോകും. ഈമാനില്ലാതെ ചത്തുപോകും. എങ്ങനെയാ കിബർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവല്? കിബർ ചിലപ്പോൾ ഇൽമിൻ്റെ പേരിൽ കിബർ ഉണ്ടാവാം, സമ്പത്തിൻ്റെ പേരിൽ കിബർ ഉണ്ടാവാം, സൗന്ദര്യത്തിൻ്റെ പേരിൽ കിബർ ഉണ്ടാവാം, തറവാടിത്തത്തിൻ്റെ പേരിൽ കിബർ ഉണ്ടാവാം, കർമ്മങ്ങളുടെ പേരിൽ ധാരാളം ഇബാദത്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിബർ ഉണ്ടാവും. ഞാൻ 36 കൊല്ലമായി എല്ലാ തിങ്കളും പരമാവധി നോമ്പെടുക്കാറുണ്ട്, വ്യാഴവും പരമാവധി ശ്രദ്ധിക്കാറുണ്ട്, എനിക്കെല്ലാം എടുത്തുകൂടെയാണ് എന്താ. അപ്പം അയാളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ദുരുദ്ദേശം വന്നാൽ തീർന്ന് പോയി. ഞാനാണ് ഈ കാർപ്പറ്റ് ഒരു അറബീൻ്റെ അടുത്ത് നിന്ന് സ്പോൺസർ ചെയ്യിപ്പിച്ചത്. അറിയിക്കാൻ വേണ്ടി പറയുന്നതല്ല സാർ, ഒരു സന്തോഷത്തിന് വേണ്ടി പറയുന്നതാണെന്ന്. അതന്നെ. ഇതൊക്കെ നമ്മളെ നാട്ടിൽ സുലഭമായി കിട്ടുന്നതാണ്. അങ്ങനെ റയറായ കേസല്ല, എല്ലായിടത്തും കിട്ടും, ചെറിയ പൈസ കിട്ടും, ഇതൊക്കെ കിട്ടും. കിബറിൻ്റെ ഒരംശവും നമുക്ക് വന്നുകൂടാ. കിബറിന് ധാരാളം അടയാളങ്ങൾ ഇമാം ഇഹിയയിലും ഇബ്നു ഹജർ തങ്ങൾ സവാജിറിലൊക്കെ പറയുന്നുണ്ട്. അതിൽ 1-2 അടയാളം സൂചിപ്പിക്കുക. ഒന്ന്, പണക്കാർ വിളിക്കുന്ന പരിപാടിക്ക് മൂപ്പര് വേഗം പോവും, പാവങ്ങൾ വിളിക്കുന്നിടത്തേക്ക് പോവില്ല. പാവങ്ങൾ ഒരു മൗലിദിനെ വിളിച്ച് പോവില്ല. ഗ്രാൻഡ് മൗലിദ് പരിപാടിക്ക് മൂപ്പര് സജീവമായിട്ട് പോകും. 8 ആടിനെ ഇറക്കുന്നുണ്ട്, 36 കോയിനെ ഇറക്കുന്നുണ്ട്, അവിടെ വേഗം പോകും. ഭയങ്കര പ്രശ്നം അതൊക്കെ. പാവങ്ങളുടെ കല്യാണത്തിന് നമ്മൾ പോവില്ല. നമ്മളെ മഹല്ലിൽ മുമ്പ് ജോലി ചെയ്ത ഉസ്താദിൻ്റെ മോളെ കല്യാണത്തിന് ഇന്നോവയും ഫോർച്യൂണറാക്കി സെറ്റാക്കിയിട്ട് പോകുന്നുണ്ട്. അതേ സമയത്ത് അതേ ദിവസം അല്ലെങ്കിൽ തലേന്ന് ഒരു പാവം ഫാത്തിമ മോളുടെ കല്യാണം മഹല്ല് കമ്മിറ്റി നടത്തി കൊടുക്കുന്ന ഒരു കല്യാണം ഉണ്ട്. അതിന് ഈ ഹാജിയാർ പോവില്ല. ഭാര്യനോട് പറയും, ഒരു 500 കൊടുത്ത് ഒരു കവർ ഇട്ടിട്ട് എനിക്ക് കുറച്ച് തിരക്കാണ്ട് പിന്നെ ആടെ ഒന്നും പോകാൻ കഴിയില്ല. അതാ കിബറിൻ്റെ അടയാളം. അത് തിരിച്ചും ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനെ തിരിച്ചുണ്ടാവും. ചില ആൾക്കാർ ആലിമീങ്ങളെയും സാദാത്തുക്കളെയും നേതാക്കളെയും ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുവരും. എന്തിന്? നാട്ടുകാരെ മനസ്സിൽ ഞാനും ആ ഉസ്താദും ഭയങ്കര ബന്ധാന്നറിയിക്കാൻ. ആഖിറത്തിന് വേണ്ടിയിട്ടോ വർക്കത്തിന് വേണ്ടിയിട്ടോ അല്ല. പിന്നെ വദ്വാഉൽ മുരീദി അൽ ഉലമാ വൽ ഉമറാ. എന്തിന്? ലിയശ്ഹുറ ഫീ ഖുലൂബിൻ നാസ്. ജനങ്ങളെ മനസ്സിൽ എൻ്റെ 4 മക്കളുടെ നിക്കാഹ്, എൻ്റെ അങ്ങനെ ഭയങ്കര ഗംഭീര ഡയലോഗ് അടിക്കാൻ. വദാലിക മിൻ അസ്ബാബിൽ ഹലാക്ക്. അയാൾ നശിച്ചു പോകാനുള്ള കാരണവും അത്. അതിനല്ല നമ്മൾ ഉസ്താദ്മാരെ നമ്മൾ സ്നേഹിക്കേണ്ടത്. ഷാറാനി ഇമാമിൻ്റെ അൽ കൗകബു ഷാഹിഖ് എന്ന ഗ്രന്ഥത്തിൽ ഇത് എഴുതി വെക്കുന്നുണ്ട്. ചില ആളുടെ വർത്താനം കേൾക്കുമ്പോൾ തന്നെ ഒരു പേടിയല്ലോ. അവരുടെ വർത്താനത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ അൽമക്കറിൽ പഠിച്ച അമാനിയാണോ? അതെ. ചിത്താരി അബുദാബിയിൽ എൻ്റെ റൂമിൽ തന്നെയാണ് പലപ്പോഴും താമസിക്കല്. പൊന്മളൻ്റെ ഡ്രൈവർ ഞാൻ എന്തില്ലേ അധികവും പേരോടിനെ ഞാനല്ലേ കൊണ്ടുപോക്കുക. ആരെക്കുറിച്ചായി പറയുന്ന നോക്കിയേ.
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 2 തക്കാഫുൽ കൊടുക്കുന്നതിൻ്റെ ബലാണത്. മൂപ്പരൊരു സ്ഥാപനം ടോപ്പ് സ്ഥാപനമാണെന്ന് പറയണമെങ്കിലുള്ള മാനദണ്ഡം തന്നെ എന്തായിരിക്കും എന്നറിയാം. മൂപ്പര് ആ സ്ഥാപനത്തിൽ പോയപ്പോൾ കുറേ കുട്ടികൾ കുത്തുബുഖാനയിൽ തുഴഫ, അതിൻ്റെ ഹവാശികൾ, അല്ലെങ്കിൽ നിഹായ, അല്ലെങ്കിൽ മൊഗനി, അസ്നൽ മത്താലിബ്, ഫത്തുൽ അല്ലാം, ഫത്തുൽ മുൽഹീം, ഫത്തുൽ മൊയ്യീൻ, എന്തെങ്കിലും മുത്താല ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ദേവാ കോളേജിലെ മക്കളാണെങ്കിൽ സയൻസ് ക്ലബ്ബ്, മാത്സ് ക്ലബ്ബ്, ഇങ്ങനെ സമാജത്തിൽ എൻഗേജ്. അതൊന്നുമല്ല. മൂപ്പര് ഒരു സ്ഥാപനം ഗംഭീര എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മൂപ്പര് പോയപ്പോൾ അണ്ടിപ്പരിപ്പ് കൽക്കണ്ടി കിട്ടീനതാ കാരണം. മൂപ്പര് തന്നുകൊണ്ടിരിക്കുന്ന തക്കാഫുൽ ക്യാൻസൽ ആവണം എന്നുണ്ടെങ്കിൽ ഒറ്റ പണിയെടുത്താൽ മതി. മൂപ്പര് ഒരു സമ്മേളനത്തിന് വരുമ്പോൾ കാർ പാസ് കൊടുക്കാണ്ടെന്നാൽ മതി, തീരുമാനമാവും. അതിനല്ല നമ്മളൊന്നും ചെയ്യേണ്ടത്. ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, വേറൊരു സ്ഥാനത്തിനല്ല, മാനത്തിനല്ല. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. എന്തിനാ കൊണ്ടുപോകാറ്? വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് തങ്ങളൊന്ന് ആ വീട്ടിൽ നിസ്കരിച്ചു തരുമോ? എന്തിന്? ആ തങ്ങൾ നിസ്കരിച്ച സ്ഥലം കൊണ്ട് നമുക്കൊന്ന് ബർക്കത്തെടുക്കാൻ. ഫത്തുൽ ബാരി കേട്ടോ. അതിനാ നമ്മൾ ആലിമീങ്ങളെ സാദാത്തുക്കളെ സ്നേഹിക്കേണ്ടത്, അല്ലാതെ വേറെ ദുന്യവിയായ താല്പര്യത്തിൽ അല്ല. ഒരാൾക്ക് കിബറുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ അടയാളം, വീട്ടു ജോലി ചെയ്യാൻ ഒരാൾക്ക് ഭയങ്കര മടി. ഭാര്യ പറയാണ്, 2-3 ഗസ്റ്റ് വരുന്നുണ്ട്, നിങ്ങളൊന്ന് 2 ബാത്റൂം ഒന്ന് കഴുകി. ഞാനാ ബാത്റൂമാ? എന്ത് പറയുന്നോളെ, നമുക്കൊരു പ്രസ്റ്റേജ് ഇല്ലേ? ഏയ് എങ്ങനെയുണ്ട് ആ പമ്പേഴ്സ്? ഞാൻ എടുത്തു വെക്കാനാ. എന്നാലും നിനക്ക് എങ്ങനെ പറയാൻ ധൈര്യം വന്നത്? ഇതുവരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഭാര്യനോടാ പറയണത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടു ജോലിയിലൊക്കെ സഹായിക്കും, അടുക്കള പണിയിൽ സഹായിക്കും, ഒക്കെ ചെയ്യും. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു തന്നെ സ്വന്തം അനുഭവം തൻ്റെ അൽ മിനൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അൽ മിനൻ ശരിക്കും ഷാറാനി ഇമാമിൻ്റെ ഒരു ആത്മകഥയാണെന്ന് പറയാം. പഴയ കാലത്തെ മഹാന്മാർ ആത്മകഥകൾ എഴുതാറുണ്ട്. എന്തിന്? അതത് കാലത്തെ നാട്ടുകാർക്ക് ഉന്നതങ്ങളിലേക്ക് എത്താനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കാൻ ആത്മകഥ എഴുതി. സുയൂത്തി ഇമാമിൻ്റെ ആത്മകഥയാണ് അത്തഹദ്ദുസു ബിനിഅമത്തില്ല. ഷെഹറാനി ഇമാമിൻ്റെ ആത്മകഥയാണ് അൽ മിനൻ. ഇബ്നു ഹജർ തങ്ങളുടെ ആത്മകഥയാണ് സബത്ത്. സഖാവി ഇമാമിൻ്റെ ആത്മകഥയാണ് ഇർഷാദുൽ ഖാവി. അങ്ങനെ എഴുതപ്പെട്ട ഏതെല്ലാം ആത്മകഥകളുണ്ടോ ആ ഗ്രന്ഥങ്ങളെ മുഴുവനും അതത് കാലത്തെ മുത്തുമൂമിനീങ്ങൾ വിശ്വാസപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് അതത് കാലത്ത് മൂമിനീങ്ങൾ ചെയ്യേണ്ടതും. ഇപ്പോൾ അതിലേക്ക് കടക്കാനില്ല. ഷെഹറാനി ഇമാം പറയാം, എൻ്റെ ഭാര്യക്ക് ഭയങ്കര അസുഖം പിടിപെട്ടു. ഞാൻ എന്താ ചെയ്തതെന്നറിയാം. ഞാൻ ചെയ്ത പരിപാടി, അവൾക്ക് കിടത്തപ്പായിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു എന്ന് കണ്ടപ്പോൾ അവളുടെ മൂത്രവും കാഷ്ടവും നജസൊക്കെ ഞാൻ ഈ 2 കൈ കൊണ്ട് വൃത്തിയാക്കി കൊടുത്തു. കാലങ്ങളോളം, 1 ദിവസം 2 ദിവസമല്ല. കുട്ടീൻ്റെ പമ്പേഴ്സ് എടുക്കാൻ പറഞ്ഞതിന് ചൂടാകുന്ന തലമുറ കേൾക്കാനായി പറയണത്. ഈ 2 കൈ 300 കിതാബ് എഴുതിയ കൈകളെ കുറിച്ചാണ് പറയണത്. ഞാൻ എൻ്റെ ഭാര്യൻ്റെ നജസ് മുഴുവനും വൃത്തിയാക്കി കൊടുത്തു. അത് അഭിമാനപൂർവ്വം പറയാം. 2, പലപ്പോഴും എൻ്റെ മോന് പാതിരാക്കി ഇങ്ങനെ കരയും. ചെറുപ്പത്തിൽ ഞാൻ വേഗം കുട്ടീനെ എടുത്തിട്ട് അപ്പുറം ഒക്കെ പോയിട്ട് ആ കുട്ടീനെ സുബി വരെ ഉറക്കാൻ ശ്രമിക്കും. എന്തിന്? എൻ്റെ മോൾ അഥവാ എൻ്റെ ഭാര്യൻ്റെ ഉറക്ക ശല്യമാവണ്ടാന്ന്. 3, പിന്നെ എനിക്കും തോന്നി, എത്ര കാലം ഇങ്ങനെ ജീവിക്കാൻ? മനുഷ്യനൊരു ശാരീരിക ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഭാര്യനെ കൊണ്ടൊക്കെ? ഇവളെ കൊണ്ട് അത് നടക്കണില്ലല്ലോ. അസുഖത്തിലല്ലേ ഭാര്യ ഉള്ളത്. വേറൊരു പെണ്ണിനെ കിട്ടിയാലോ എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നി വേണ്ട. കാരണം നിലവിൽ എൻ്റെ ഭാര്യക്ക് ശരീരത്തിനേ വേദന ഉള്ളൂ. ഞാൻ വേറൊന്നിനെ കെട്ടാൻ നിന്നാൽ അവളെ മനസ്സിന് വേദന വരും. അത് വേണ്ട. കണ്ടോ? കിബറില്ലാത്ത മുഖ്ലിസീങ്ങളുടെ ജീവിതത്തിൻ്റെ ചില ചിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞുപോയി എന്ന് മാത്രം. ഒരു പക്ഷെ അതൊന്നും നമുക്ക് നടന്നോളന്നില്ല. പക്ഷെ ഇതൊക്കെ കേൾക്കണത് നമുക്ക് നല്ലതാണ്. പറഞ്ഞു വരുന്നത്, കിബർ വരാൻ പാടില്ല. കിബർ വന്നാൽ നേരെ നരകാണ് വീട്. വീട്ടിലേക്കുള്ള അവശ്യ വസ്തുക്കൾ
വാങ്ങിക്കൊണ്ടുവരാൻ ഒരാൾക്ക് മടിയുണ്ടെങ്കിൽ അത് കിബറിൻ്റെ അടയാളം. ഞാനാ ടൗണിൽ പോകാനാ, മത്സ്യ മാർക്കറ്റിൽ പോകാൻ, നീ എന്താ പറയുന്ന, ആകെ 3 ദിവസത്തെ ലീവിന് അബുദാബിന്ന് വന്ന് നീ എന്താ പറയുന്ന പോലെ, എൻ്റെ സ്ഥാനം നിനക്ക് ശിർക്കറിയായിട്ടാന്നാ പറയുന്നത്. എങ്ങനെയുണ്ട്? നമ്മളെ ചെറുശോല ഉസ്താദ്, എൻ്റെ തഹസുസ് പഠനകാലത്തെ ക്ലാസ് ഉസ്താദാണ് ജലീൽ സക്കാഫി ഉസ്താദ്. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്ത് ദീർഘായുസ് നൽകുമാറാവട്ടെ. ബനാജർ തങ്ങൾ ഇറങ്ങി വന്നിട്ട് തോഫ് എടുക്കണ ഫീലിംഗ് ഉണ്ടാവും ഉസ്താദ് ക്ലാസ് എടുക്കുന്നു. അതിമനോഹരമായ ക്ലാസ്സാണ്. ഉസ്താദിൻ്റെ വാപ്പയായ വലിയ ചെറുശോല ഉസ്താദ് അവർ വീട്ടിലേക്കുള്ള വസ്തുക്കൾ ഇങ്ങനെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, വെട്ടിച്ചിറയിലുള്ള റോഡിലൂടെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ മാളിയേക്കൽ സുലൈമാൻ സക്കാഫി ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഞാൻ എടുക്കട്ടെ ഉസ്താദ്, എന്തിനാണ് ഇതൊക്കെ കിട്ടും മാറാട്ടൊക്കെ ഇങ്ങനെ ചുമന്നു കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചൂടായി അത്ര. എൻ്റെ വീട്ടിലേക്കുള്ള വസ്തുക്കൾ ഞാനല്ലാണ്ട് പിന്നെ ആരെ കൊണ്ടുകൊണ്ട് ഈ എന്തിനാ എടുക്കേണ്ട ആവശ്യം? കണ്ടോ, സുബ്ഹാനല്ലാഹ്, പച്ചപ്പുള്ള മനസ്സിൻ്റെ ഹൃദയങ്ങളുടെ അടയാളങ്ങളും ജീവിത ചിത്രങ്ങളും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖലീഫയായ കാലത്ത് അഥവാ അമീറായ കാലത്ത് തലയിൽ വിറകും ചുമന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന ആളാണ്. മദീനയിലൂടെ അമീറായ കാലത്ത്, ഗവർണറായ കാലത്ത്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വബ്നുഹു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, ആ വാപ്പാനെ കുറിച്ചും മോനെ കുറിച്ചും നാട്ടുകാരെ എഴുതുന്നുണ്ട്, കിതാബുകളിൽ കാണാം. പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ചുമന്ന് കൊണ്ടുവരുന്നതാണ്. ആര്? മദ്ഹബിൻ്റെ ഇമാമായ ലക്ഷക്കണക്കിന് അനുയായികളുള്ള സയ്യിദുന അഹ്മദ് ബിൻ ഹംബൽ. കിബറിൻ്റെ 4ാമത്തെ അടയാളം ഇഹ്യാ ഉലൂമുദ്ദീൻ പറയാം, ആരെങ്കിലുമൊക്കെ തെറ്റ് തിരുത്തി കൊടുത്ത മുമ്പ് അംഗീകരിക്കൂല. പ്രത്യേകിച്ച് ജൂനിയറായ ആളാണ് തിരുത്തി കൊടുത്തതെങ്കിൽ തീരെ അംഗീകരിക്കൂല. ഞാനാ ഇല്ല, അത് നിങ്ങൾക്ക് തോന്നിയായിരിക്കും. എങ്ങനെ അംഗീകരിക്കൂല? ശരിക്കും ആരെങ്കിലും നമ്മൾ തെറ്റ് തിരുത്തി തന്നാൽ 2 കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അവിടെ തന്നെ കിതാബിലുണ്ട്. ഒന്ന്, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, നിങ്ങളത് പറഞ്ഞത് നന്നായി. 1. 2, ജസാക്കല്ലാഹു ഖൈറൽ ജസാ, നിങ്ങൾക്ക് അല്ലാഹു വലിയ പ്രതിഫലം തരട്ടെ. അങ്ങനെ പറയണ്ട. നമ്മളെ മനസ്സ് ശുദ്ധി ഉണ്ടെങ്കിൽ. നമുക്ക് ഭാര്യ ഒരു തെറ്റ് തിരുത്തി തന്നു, നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ, അങ്ങനെയല്ല പറയേണ്ടത്. ഭാര്യ തിരുത്തിയിട്ട് ശരിയാവുന്ന എത്ര തെറ്റ് നമുക്കുണ്ടാവും, അതിനെന്താ പ്രശ്നം? ഭർത്താവ് തിരുത്തി കൊടുത്ത് ശരിയാവുന്ന എത്ര തെറ്റ് കുറ്റങ്ങൾ ഉണ്ടാവും, അതൊക്കെ നമ്മൾ തിരുത്തണം. കിബർ വന്നു പോയാൽ അത് 5ാമത്തെ പറയുന്നു, അയാൾ മോശമായ മരണത്തിന് സാധ്യത കൂടുതലാണ്. ഇബ്ലീസിന് 80,000 ഇബ്ലീസിന്റെ ഇബാദത്ത് പൊളിഞ്ഞു പോകുന്നുണ്ടല്ലോ. 80,000 സന, 80,000 കൊല്ലത്തെ ഇബാദത്ത്. വസായിദ് അല്ലെങ്കിൽ 80,000 കൊല്ലത്തേക്കാൾ കൂടുതലുള്ള ഇബാദത്ത്. അലാമാ ഫീ ശറഹിൽ മവാഹിബ് വഗൈരിഹാ, പല ഗ്രന്ഥങ്ങളും പറഞ്ഞ പോലെ 80,000 കൊല്ലത്തെ ഇബാദത്ത് ഉണ്ടായിരുന്നു ഇബ്ലീസിന്. അതൊക്കെ പൊളിഞ്ഞുപോയി. എന്താ കാരണം? കിബറുമായിട്ട് നടന്നു എന്നുള്ളത്. അതൊക്കെ ഒടിയണം. ഈ റമദാനോടെ ഒന്നും നമുക്ക് ഉണ്ടാകാൻ പാടില്ല, എല്ലാം ഡിലീറ്റ് ആക്കണം. ആര് തെറ്റ് തിരുത്തി തന്നാലും സ്വീകരിക്കുക, നല്ല മനസ്സുമായിട്ട് നടക്കുക, ഖൽബ് നന്നാക്കുക. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. 6ാമത്തത് അൽ ഗഫ്ലത്തു അനില്ലാഹി വഅഹ്കാമിഹി, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കാറ്റിൽ പറത്തിയിട്ട് ജീവിക്കുക. അതൊന്നും നടക്കൂല. ഇതേതാ കാലം എന്നറിയ ഉസ്താദേ? 4th ജനറേഷൻ കാല. അതൊന്നും നടക്കൂല. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മെയിൻറ്റാക്കാതിരുന്നാൽ അതൊന്നും നടക്കൂല. മക്കളെല്ലാം കുറച്ചതിൻ്റെ പാട്ടിന് വിടണം. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. മഖ്ദൂമ് തങ്ങൾ പറഞ്ഞല്ലോ, മക്കളോടുള്ള കരുണ എന്ന് പറഞ്ഞാൽ അവരെ പാട്ടിന് വിടലല്ല, ലിബറലായി വളരാൻ വിടലല്ല. മക്കളോടുള്ള കരുണ എന്ന് പറഞ്ഞാൽ ലൈസ മിന്നാ മൻ ലം യർഹം സഗീറന എന്ന ഹദീസ് വിശദീകരിച്ച് വലിയ മഖ്ദൂമ് തങ്ങൾ അവിടുത്തെ മുഖ്തസറു ശറഹി ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ എഴുതി വെക്കുന്നുണ്ട്. ആ കുട്ടികളെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തൽ ഏറ്റവും വലിയ കരുണ. അത് ചെയ്യണം, കാറ്റിൽ പറത്തരുത്. നമ്മളെ നാട്ടിലൊക്കെ എൻഗേജ്മെന്റിന്റെ ഒക്കെ പേരിൽ ചോക്ലേറ്റിന്റെ പർവ്വതമാണ്. സ്നിക്കേഴ്സ്, ഗാലക്സി, ബോണ്ടിയുടെ ചോക്ലേറ്റിന്റെ പർവ്വതങ്ങൾ. ഗസയിലെയും റഫയിലെയും വെസ്റ്റ് ബാങ്കിലെയും മുത്തുമൂമിനിങ്ങൾ കാലില്ലാതെ കൈയില്ലാതെ ഒരു റൊട്ടി കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ 15 ലക്ഷത്തിൻ്റെ അറ, 32 ജോഡി ഡ്രസ്സ്,
മൂത്തമ്മാൻ്റെ മോളെ കല്യാണത്തിന് എല്ലാവരും പച്ച ഡ്രസ് കോഡ്. ഇളയമാൻ്റെ മോളെ കല്യാണം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും റെഡ് അല്ലെങ്കിൽ യെല്ലോ. വെയിറ്റ് എത്രയാ നമുക്ക് ഡ്രസ്സുകൾ. ഉത്തരേന്ത്യയിലൊന്ന് പോയി നോക്കിയേ. ജസ്റ്റ് ഫുഡ് ഓൺ വീൽസിൻ്റെ കീഴിലോ ഐവ ഫൗണ്ടേഷൻ്റെ കീഴിലോ ബിരിയാണിയുടെ മന്തി പോലത്തെ ഒരു സാധനം അങ്ങ് കലക്കി കൊടുത്താൽ ഈ പിള്ളേർ 3 വറ്റ് തിന്നിട്ട് ബാക്കി പൊത്തിയിട്ട് ഉപ്പാക്കും ഉമ്മാക്കും കൊണ്ടു കൊടുക്കണം. പട്ടിണി കിടക്കുന്ന സാധുക്കളുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അള്ളാഹുവിൻ്റെ നിയമത്ത് ഇങ്ങനെ കാറ്റിൽ പറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് കാര്യമായിട്ട് പറയാ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് കൽ ജസദിൽ വാഹിദ്, ഒരു ശരീരം പോലെയാണ്. ഈ വിരലിന് ഗ്ലാസ് എങ്ങാനും തട്ടിയിട്ട് പഴുപ്പ് വന്നു, അപ്പൊ ശരീരം മുഴുവനും അതിനോട് സഹകരിച്ച് പനി ബാധിച്ച് സഹകരിച്ച് നിൽക്കും അല്ലേ? ഉത്തരേന്ത്യയിലെ മൂമിനീങ്ങൾ, കോടിക്കണക്കിന് മൂമിനീങ്ങളോട് നമുക്ക് എന്താ ബന്ധം? ഗസ്സയിലെ പാവങ്ങളോട് എന്താ ബന്ധം? റഫയിലെ കുട്ടികളോട് നമുക്ക് എന്താ ബന്ധം? റസൂൽ പറയാ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിന് ഒരു ശരീരം പോലെയാണ്. എന്ത് മുഅ്മിൻ? ആര് മുഅ്മിൻ? അള്ളാഹിന്റെ നിയമത്തെ കാറ്റിൽ പറത്തിയാൽ കുറച്ചു കാലം അള്ളാഹ് കയറൂരിവിടും, ഒരു കാലത്ത് അള്ളാഹു പിടികൂടും. 7-മത്തത് അൽ അഖീദത്തുൽ ഫാസിദ, മോശമായ വിശ്വാസമായിട്ട് നടന്നാൽ അയാളുടെ മരണം മോശാവും. ഇതേ ആശയം ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ സവാജിറിലുണ്ട്. ഒരാൾ മോശമായിട്ട് മരിക്കും എന്നുള്ളതിൻ്റെ നേരത്തെയുള്ള റെഡ് സിഗ്നലാണ് അയാൾ ബിദ്അത്തുകാരനാവുക എന്നുള്ളത്, പുത്തൻവാദിയാവുക എന്നുള്ളത്. ഇവരുടെ കാര്യമേ ഗംഭീര കോമഡിയാണ്. ഇപ്പം അടുത്തായിട്ട് കുറേ പള്ളികളിൽ 8 റക്അത്ത് തറാവീഹ് കഴിയുമ്പോൾ ചില ആൾ എണീറ്റ് പോകുന്നുണ്ട്. എടാ എവിടെ പോകുന്നു? തറാവീഹ് എണീറ്റ് പോകുന്നു. എവിടാ? വീട്ടിലേക്ക്. അല്ല, ഇവിടെ കുറേ ആൾ നിസ്കരിക്കുന്നുണ്ടല്ലോ. തറാവീഹ് 8 നബി അങ്ങനെയാണ് ചെയ്തത്, സ്വഹാബത്ത് അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ഇവര് ചെയ്യുന്നത് കടുത്ത തെറ്റാണ്. 20 റക്അത്ത് തെറ്റാണ്, അതേ പറയാനുണ്ടോ? അപ്പൊ ഈ ഇമാമ് കടുത്ത തെറ്റ് ചെയ്യുന്ന, ഈ കടുത്ത തെറ്റ് ചെയ്യുന്ന എന്തിനാ 8 റക്അത്ത് പിന്നെ തുടർന്നത്? അവര് പറയുന്നില്ല, അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, വെറുതെ പറയണത്, അത്രേ ഉള്ളൂ. ശരിക്കൊരു സുന്നിയും ഒരു അസുന്നിയും തമ്മിൽ കണ്ടുമുട്ടി ഒരു 10-35 കൊല്ലത്തിന് ശേഷം. അവർ LKG മുതൽ PG വരെ ഒന്നിച്ച് പഠിച്ചതായിരുന്നു. ഇവർ രണ്ടാളും വേറെ വേറെ കമ്പനിയിൽ ലെക്ചറായിട്ടോ കോളേജിൽ ലെക്ചറായിട്ടോ കമ്പനിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അക്കൗണ്ടൻ്റായിട്ടോ ജോലി ചെയ്തു. വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു, എന്തൊക്കെ വർത്തമാനം. അപ്പോൾ സുന്നിയായ മനുഷ്യൻ പറയും, അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് പോകുന്നു, ആഖിറക്ക് ഓർക്കുമ്പോൾ പേടിയാണ്, എന്നാലും കുറച്ച് സ്വലാത്ത് ദിക്റൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു സമാധാനം. എൻ്റെ അവസ്ഥ എന്നാ? എന്താ അവസ്ഥ? ഇങ്ങനെ പോകുന്നു. അല്ല, നീ സ്വലാത്തും ദിക്റൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമ്മളെവിടെ പോയാലും സ്വലാത്തുൻ അലാ നൂരിൽ വുജൂദി വആലി മഹദറത്തുൽ ബദർ ഇല്ലല്ല, നിങ്ങൾക്കില്ലല്ലോ? ഇല്ല. അസ്സലാത്തു അലൻ നബി മങ്കൂസ് മൗലിദ് ഉണ്ടാ? ഇല്ലല്ലോ. ഉണ്ട്, എനിക്കുണ്ട്. യാ റബ്ബി സ്വല്ലി അലൻ നബി ഉണ്ടോ? മങ്കൂസ് മൗലിദ് തന്നെ ഉണ്ടാ? ഇല്ല. പിന്നെ റജബിൻ്റെ നോമ്പ് ഉണ്ടാ? ഇല്ല. പിന്നെ ഷാബാൻ്റെ നോമ്പ് ഉണ്ടാ? ഇല്ല. 3 യാസീൻ ദുഖാൻ ഉണ്ടാ? ഇല്ല. പിന്നെ പരമാവധി ജീവിതത്തിൽ ഞാൻ ദിക്ർ ചൊല്ലാൻ നോക്കും. മങ്കാന ആഖിറ കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാലും സ്വർഗത്തിലെത്തുന്നല്ലോ, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പരമാവധി ചൊല്ലും. അത് നീ എപ്പോൾ ചൊല്ലല്ലേ? ഞാൻ 5 വക്ത് നിസ്കാര ശേഷം 10 തവണ അഫ്ളൽ ദിക്ർ ഉസ്താദ് ചൊല്ലുമ്പോൾ 10 എണ്ണം എന്തായാലും ചൊല്ലാം. അപ്പോൾ ഒരു 50 അങ്ങനെ കിട്ടും. നീ എണീറ്റ് പോക്കണ്ടല്ലോ അല്ലേ? ഹദ്ദാദിൽ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ 50 എണ്ണം ഹദ്ദാദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫലമന്നഹു. ഹദ്ദാദ് ഉണ്ടോ? ഇല്ല. അവൻ പോയി. പിന്നെ പരമാവധി അൽഹംദുലില്ലാഹ് രാവിലെയും വൈകുന്നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലണമെന്ന് നിർദ്ദേശിച്ച ദിക്റുകൾ പരമാവധി ചൊല്ലാൻ ശ്രദ്ധിക്കാറുണ്ട്. നീയാ ഈ തിരക്കിനിടയിലോ? ആ, എന്തായാലും ഞാൻ രാത്രി എപ്പോഴും ഔദു കലിമാത്തില്ലാഹി താമ്മാത്തി ബിസ്മില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു റളീനാ ബില്ലാഹി അയലപ്പല്ല, അതിൻ്റെ പേരെന്നല്ല അദ്ദാദ്. അത് നിൽക്കണ്ട? ഇല്ല. രാവിലെ വിർദുൽ ലത്തീഫ് എന്തായാലും ചൊല്ലലുണ്ടല്ലോ, ഔദു കലിമാത്തില്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിൽക്കണ്ട? അത് ഇല്ല. എനിക്ക് എന്താ ഇല്ല? പിന്നെ ആ ഒരു കാര്യം എനിക്ക് എന്താ ഇല്ല. ഞാൻ പരമാവധി പരമാവധി മനുഷ്യന്മാരെ കാഫറാക്കിയിട്ട് നടക്കലാണ് എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്.
ഇതാണ് സത്യാവസ്ഥ. സത്യം പറഞ്ഞാൽ ഇതാണ് സംഭവം. ഇതാണ് ഒരു അസുന്നിയും സുന്നിയും തമ്മിൽ കണ്ടുമുട്ടിയാൽ. നമ്മളെ മക്കൾ ബിദ്അത്തിലേക്കൊന്ന് പോകാതിരിക്കണമെങ്കിൽ മക്കളെ നന്നായി ദീൻ പഠിപ്പിക്കണം. അത്രേ പറയുന്നുള്ളൂ. ലാസ്റ്റത്തെ ഒരു കാര്യം പറഞ്ഞ് നിർത്തുന്നു. ഈമാനില്ലാതെ മരിച്ചു പോവാനുള്ള സാധ്യതകളുള്ള തെറ്റുകുറ്റങ്ങൾ എണ്ണുമ്പോൾ എട്ടാമത്തത് അൽ ഇസ്റാറു അലാ ഫിഅലിൻ മൻഹീൻ അൻഹു. ഇസ്ലാം നിരോധിച്ച കാര്യം സ്ഥിരമായി ഒരാൾ ജീവിതത്തിൽ ചെയ്താൽ മിക്കവാറും അയാൾ മരിക്കുമ്പോൾ അല്ലാഹു പിടികൂടും. സിയമ അൽ ഖംറു, പ്രത്യേകിച്ച് കള്ളുകുടി പോലെ, ലഹരി ഉപയോഗം പോലെ അയാളുടെ ആഖിബത്ത് മോശമാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വിഷയത്തിൽ തന്നെ കിതാബുണ്ട്. അതിൽ പറയുന്നതാണ് വല്ലാഹി ലാ യുഅ്മിൻ, ബുഖാരിന്റെ ഹദീസ്. വല്ലാഹി ലാ യുഅ്മിൻ, ഒരാൾ മുഅ്മിനല്ല, ഒരാൾ മുഅ്മിനല്ല എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തറപ്പിച്ചുറപ്പിച്ച് പറയുമ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ആരെക്കുറിച്ചാണ് തങ്ങൾ ഇങ്ങനെ മുഅ്മിനല്ല മുഅ്മിനല്ല എന്ന് പറയണത്? ആരെക്കുറിച്ചാണ് തങ്ങൾ പറയണത്? അതിന് തങ്ങൾ മറുപടി, തൻ്റെ അയൽവാസിക്ക് ഇയാളെ കാണുമ്പോൾ നിർഭയത്വമില്ല എന്ന് പറഞ്ഞ പേടിയുണ്ട്. ഇയാൾ വരുമ്പോൾ ഇയാൾ എന്തെങ്കിലും നമ്മളെ ശല്യപ്പെടുത്തുമെന്ന് പേടി അയൽവാസിക്ക് ഉണ്ടെങ്കിൽ അയാൾ മുഅ്മിനല്ല. അയൽവാസിയല്ല എടുക്കട്ടെ, കള്ളുകൂടി എൻ്റെ ഭാര്യക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? MDM ഉപയോഗിക്കുന്ന ചെറുക്കൻ്റെ അനിയത്തിക്ക് ജീവിക്കാൻ പറ്റുമോ? വാപ്പക്ക് പറ്റുമോ? കൂട്ടുകാർക്ക് പറ്റുമോ? പുതിയ കാല വർത്തമാനങ്ങൾ എന്താ കേൾക്കണത്? ഒരു മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും ഇടയിലുള്ള പ്രധാന വ്യത്യാസം തന്നെ ബുദ്ധിയാണ്. ആ ബുദ്ധിയെ ഇല്ലാതാക്കുന്നതല്ലേ മോനെ കള്ളും ലഹരിയും. അതെന്ത് പേരിട്ട് വിളിച്ചാലും. ഇബ്നു റജബുൽ ഹംബലി തങ്ങളുടെ ദമ്മുൽ ഖംർ എന്ന കിതാബിൽ ചോദിക്കുന്ന ഒരു ചോദ്യം അത്. ഇസ്ലാം ഹറാമാക്കലോ ഹറാമാക്കാതിരിക്കലൊക്കെ അടുക്കട്ടെ, നിനക്ക് മൃഗത്തിൽ നിന്ന് വേർതിരിയാനുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് അല്ലാഹ് തന്ന ബുദ്ധിയെ ഡിലീറ്റ് ആക്കണ പരിപാടിയല്ലേ ഈ മദ്യപാനം അല്ലെങ്കിൽ ലഹരി ഉപയോഗം? അത് തന്നെ മതിയില്ലേ നിനക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെടാൻ? അള്ളാഹു നമ്മളെയും മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞ സംഘാടകരുടെ നേതൃത്വത്തിൽ ഉണ്ട് എന്ന് ഇടയിൽ സൂചിപ്പിക്കുകയാണ്. ഇവിടെ അടുത്ത ഉദാഹരണം പറയാം. വന്നളുറുൽ മുഹറം ലില്ലംറദി വന്നിസാ, അന്യ പെണ്ണിലേക്കും നോക്കാൻ പറ്റാത്ത ചെക്കന്മാരിലേക്കൊക്കെ ഹറാമുമായിട്ടുള്ള നോട്ടം ഉണ്ടെങ്കിൽ, സ്ഥിരമായി അങ്ങനെ നോക്കി നടക്കുന്ന ആളാണെങ്കിൽ, എപ്പോഴും ഹറാമും യൂട്യൂബും മറ്റും കയറി അങ്ങനെ എല്ലാ ദിവസവും ഹറാമ് ചെയ്താൽ അയാളുടെയും ജീവിതം കേടുവരും, അയാളുടെ ആഖിബത്ത് മോശാവും. നിങ്ങൾ കണ്ടില്ലേ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, മുഗ്നിയിൽ മുഹ്താജിലുണ്ടല്ലോ, 2 തല ഉള്ള പെണ്ണിനെ, ആ പെണ്ണിൻ്റെ മസല എങ്ങനെ? 2 തല ഉള്ള പെണ്ണോ? അതെ, 2 തലയുള്ള പെണ്ണുണ്ടോ? ആ ഉണ്ട്. എവിടെ ഉണ്ട്? നമ്മളെ നാട്ടിൽ മിസ്റിൽ ഈജിപ്തിൽ തന്നെ ഉണ്ട്. ആ പെണ്ണ് കുളിക്കുമ്പോൾ 2 തലയും കഴുകണോ? തല തടവും പൊതുവിൽ 2 തലയും തടവണോ? അപ്പൊ കാണാതെ അത് പറയാൻ പറ്റൂലല്ലോ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, ഇപ്പൊ കാണാതെ പറയാൻ പറ്റൂലല്ലോ, അതിന് കാണണമല്ലോ. എന്താ ചെയ്യാ? നേരെ ആ പെണ്ണിന്റെ വീട് അന്വേഷിച്ച് ആ പെണ്ണിന്റെ വാപ്പാനെ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു മോളില്ലേ? ആ, 2 തലയുള്ള. ആ മോളെ എനിക്ക് കെട്ടിച്ചേരും. കളിയാക്കുന്ന ശരിക്കും അന്വേഷിക്കണം. അതെ, 100 ദിർഹം മഹർ തരും. ആ തരാന്നോ? 100 ദിർഹം ഫുള്ളായിട്ട് തരും. ആ തരാം. അങ്ങനെ ഖബിൽതു നിക്കാഹഹ, 100 ദിർഹം കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ആ പെണ്ണിനെ കണ്ട് ചിത്രങ്ങളൊക്കെ മനസ്സിലാക്കി അസ്ലും ഫറു ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ഓക്കെ, ആ 100 ദിർഹം മഹർ ആ പെണ്ണിന് കൊടുത്തിട്ട് പറഞ്ഞ്, ഞാൻ നിന്നെ ത്വലാഖല്ലി തരാം, എനിക്ക് വേറെ ഭാര്യയുണ്ട്. മോളെ ഞാൻ കെട്ടിയത് എന്തിനാന്ന് വെച്ചാൽ, ഞാൻ കോടിക്കണക്കിന് മോമിനിയങ്ങൾക്ക് മസല എഴുതി വെക്കേണ്ട ആളാണ്. ഈ എഴുതി വെക്കുന്നതിൻ്റെ അസിൽ ഒറിജിൻ ഉത്ഭവം ഹലാലാണല്ലോ. അപ്പം ഞാൻ ഊഹിച്ചിട്ടും പറയാനും പറ്റില്ല, നിന്നെ വന്നിട്ട് ഹറാമായ കാഴ്ച കണ്ടിട്ടും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഹലാലാക്കാൻ നിന്നെ കെട്ടിയതാണ്. 100 ദിർഹമൊന്നും പ്രശ്നമില്ല, മോളെടുത്തോളി, ഞാൻ ത്വലാഖല്ലി തരാന്നിട്ട് പോയി. ഈ ഷാഫി ഇമാമിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ആഖിറത്തിൽ പോകണ്ടേ? ഏത് കണ്ണോടുകൂടി നമ്മൾ പോവുക? താടി മീശി മുളക്കുന്ന ആ പ്രായത്തിലെത്തുന്ന കുട്ടികളെ കുറിച്ചാണ് അമ്രത് എന്ന് പറയുക.
പണ്ടൊക്കെ ആ മസാല പറയുമ്പോൾ ട്രോളാൻ മനുഷ്യന്മാരുണ്ടായിരുന്നു. ഹോമോസെക്ഷാലിറ്റി വർദ്ധിച്ച കാലത്ത് പിന്നെ എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിന് സമ്മാനം പ്രഖ്യാപിച്ച റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ കാലത്ത് ഇപ്പം ആരും മസാലകൾ ട്രോളാറില്ല. എല്ലാവർക്കും വൈകിട്ട് ഓടുന്ന ട്രെയിനാണെങ്കിലും ബോധ്യങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സിനിമ തെറ്റാണെന്നും സിനിമ ഹറാമിലേക്ക് പറഞ്ഞ ഉസ്താദുമാരെ ട്രോൾ ചെയ്യേണ്ടതില്ലെന്നൊക്കെ ബോധ്യത്തിലേക്ക് വൈകിട്ടെങ്കിലും വരും. ഇങ്ങനെ ഒരു കുട്ടി ദർസിലെത്തിയപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മോനോട് തൂണിൻ്റെ വേക്കിലിരിക്കാൻ പറയുന്നു. നേരെ ആ കുട്ടീനെ ഫേസ് ചെയ്യണ്ട. കാലം കുറേ കഴിഞ്ഞിട്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ആരോ ഒരു ബണ്ടിൽ ചീർപ്പ് കാംസ് ഹദിയ കൊടുത്തു. സീനിയർ മുത്തല്ലിമായ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാവർക്കും കൊടുത്തേക്ക്, ഇന്നാൾക്ക് എന്തായാലും കൊടുത്തേക്കെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും കൊടുത്തോ? ആ ഉസ്താദ് പറഞ്ഞ എല്ലാവർക്കും കൊടുത്തു, ഇന്ന അയാൾക്ക് കൊടുത്തിട്ടില്ല. എന്താ ആ കുട്ടി കൊടുക്കാതിരുന്നത്? ഉസ്താദ് പറഞ്ഞോണ്ട് കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഓനിക്കെന്തിനാ കൊടുക്കേണ്ട ആവശ്യം? ഓനിക്ക് തടിയും വീശൊന്നുമില്ലല്ലോ. അപ്പോൾ സീനിയറായ ശിഷ്യന്മാർ, ഉസ്താദ് ഓനിക്ക് താടിയൊക്കെ മുളച്ചിട്ട് എത്ര കാലായി ഉസ്താദ് ഒന്നും അറിയില്ല. ഡെയിലി വരുന്ന ശിഷ്യനെ ഡെയിലി ക്ലാസ് എടുക്കുന്ന ഉസ്താദിനെ അറിയില്ല. ആ ഭാഗത്ത് നോക്കാത്തതുകൊണ്ട് എൻ്റെ നോട്ടം ഹലാലാവോ ഇല്ലയോ എന്ന് പേടിച്ചിട്ട് ഈ അബൂ ഹനീഫ തങ്ങളെ മുന്നിലേക്ക് ആഖിറത്തിൽ പോകണ്ടേ മനുഷ്യന്മാരെ? നമ്മളെ കണ്ണാവണം, നല്ല കണ്ണ്. അള്ളാഹു നമ്മളെയൊക്കെ ശുദ്ധിയാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. നാളെ നമുക്ക് ഈ മജ്ലിസിന്, ആത്മീയ മജ്ലിസിന് നേതൃത്വം നൽകാൻ സുഹൈൽ തങ്ങൾ ഉണ്ടാകും. നിങ്ങളൊക്കെ നേരത്തെ ഉണ്ടാവണം. ഫാദിൽ നൂറാനി ഉസ്താദിൻ്റെ നല്ല വഅളും ഉണ്ടാവും. അതിലൊക്കെ നമ്മൾ പങ്കെടുക്കണം. നാളെ ദുആ വസിയ്യത്തുകൾ നിങ്ങൾ നേരത്തെ തന്നെ പേപ്പറിൽ മറ്റൊക്കെ എഴുതി അറിയിക്കുകയും വേണം. സ്ത്രീകളുടെ ഭാഗത്ത് കവർ കൊടുത്തിട്ടുണ്ട്. ഇൽമിൻ്റെ മജ്ലിസിന് വേണ്ടി, അതിൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളൊക്കെ നല്ല സംഭാവനകൾ കൊടുക്കണം. റമദാനിൽ ചെയ്യുന്ന സംഭാവനക്ക് കൂടുതൽ കൂലിയാണല്ലോ. ഇൽമിൻ്റെ മജ്ലിസിനാകുമ്പോൾ പിന്നെ പറയാനുണ്ട്. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഒരു നാരിയത്ത് സ്വലാത്ത് എല്ലാവരും ഒന്ന് എഴുന്നേറ്റെന്ന് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖല്ലാഹു ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചെയ്യുകയാണ്. സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ രാജ്യത്തിനും സമൂഹത്തിനും ആരോഗ്യത്തിനും സർവനാശം വിതയ്ക്കുന്ന ലഹരി പൈശാചികമാണെന്നും അത് സമ്പൂർണമായും വർജിക്കണമെന്നും വിശുദ്ധ ഖുർആൻ ആജ്ഞാപിക്കുന്നു. ആ കൽപ്പന ഞാൻ പൂർണ്ണമായും ശിരസാവഹിക്കുമെന്നും നിഷിദ്ധമായ ലഹരി ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കില്ലെന്നും അതിനെതിരായി എൻ്റെ പ്രസ്ഥാനം നയിക്കുന്ന എല്ലാ ധർമ്മസമരങ്ങളിലും ഞാൻ പങ്കാളിയാകുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ലഹരി എൻ്റെ മസ്തിഷ്കത്തെയും സ്വബോധത്തെയും തകർത്ത് കാട്ടാളനാക്കുന്ന വൻ ദുരന്തമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു.
നാടിനെ മുച്ചൂടം നശിപ്പിക്കുന്ന ലഹരിക്കെതിരെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ പാലിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കാൻ ഞാൻ സന്നദ്ധനാണെന്നും ഈ മഹനീയ വേദിയിൽ വെച്ച് ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമുക്ക് ദുആ ചെയ്യാം. ഒരു സ്വലാത്ത് കൂടി ചൊല്ലി ഇരുന്നിട്ട് ഇല്ലേ മതി. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില സല്ലിം സലാമൻ താമൻ അലാ സയ്യിദിന മുഹമ്മദിൻ ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫറജു ബിഹിൽ ഖുറബ് വതുഖല്ലാഹു ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാത്തിം വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഉസ്താദുമാരുടെ ഒക്കെ സമ്മതത്തോടെ ദുആ ചെയ്യാണ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, നമ്മുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. നമ്മൾ പറഞ്ഞതിലോ കേട്ടതിലോ വല്ല സൂഉൽ അദബും വന്നു പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് അതൊക്കെ പുറത്തു തന്ന് നമ്മുടെ നന്മയുടെ തട്ടിൽ നന്മയുടെ ഏടിൽ വലിയൊരു അമലായി ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ റഹ്മാന്. നമ്മളെ നന്നാക്കണേ റഹ്മാന്. എത്ര ആളെ നീ നരകത്തുനിന്ന് മോചിപ്പിക്കുന്ന മാസമാണ് നമ്മളെ നീ പരിഗണിക്കണേ റഹ്മാന്. കോടിക്കണക്കിന് മനുഷ്യരെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുന്ന മാസമായിട്ടും ആ ഓഫർ കിട്ടാത്ത ഭാഗ്യം നഷ്ടപ്പെട്ടവരിൽ പെടുത്തല്ലേ അല്ലാഹ്. നിൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് നമ്മളെല്ലാവരെയും മിനന്നാർ നരകമോചിതരിൽ പെടുത്തണേ അല്ലാഹ്. നരകത്തിൻ്റെ വർഗാക്കല്ല റഹ്മാന്. നമ്മുടെ ഈ മജ്ലിസിന് നീ ഖബൂലിയത്ത് നൽകണേ റഹ്മാന്. ഈമാൻ തെറ്റിപ്പോകുന്ന മോശമായ മരണത്തിന് കാരണമാവുന്ന കാര്യങ്ങളാണല്ലോ ഇന്ന് പറഞ്ഞത്. നമ്മളെ നീ കാക്കണേ റഹ്മാന്. ലക്ഷക്കണക്കിന് മനുഷ്യരെ നരകത്ത് നീ രക്ഷപ്പെടുത്തുന്ന മാസത്തിൽ നിന്നോട് ദ്വാരക്കുന്നത് നീ തട്ടിക്കളയല്ല അല്ലാഹ്. നമ്മുടെ നോമ്പുകളിലൊക്കെ കുറേ കുറവുകളുണ്ട്, നിസ്കാരത്തിൽ കുറേ കുറവുകളുണ്ട്. മഹാന്മാരുടെ നോമ്പിലേക്കും നിസ്കാരത്തിലേക്കും ഉരച്ചു നോക്കി അത് നമ്മുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയാൻ അല്ലാഹ് നീ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. നമുക്കറിയാം. നിൻ്റെ മഹ്ലു ഫളിൽ റഹ്മത്ത് നമുക്ക് നൽകണേ റഹ്മാനെ. നമ്മുടെ അമലുകളുടെ കുറവുകളൊക്കെ പരിഹരിച്ച് സ്വീകരിച്ചു തരണേ അല്ലാഹ്. ഇത് നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനാക്കല്ല അല്ലാഹ്. ഒരുപാട് റമദാനുകൾ നമുക്ക് നൽകണേ റഹ്മാൻ. കഴിഞ്ഞ വർഷം നമ്മളോട് സംസാരിച്ച പ്രിയപ്പെട്ട മസൂദ് ഉസ്താദിൻ്റെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവരെ ഖബർ സ്വർഗാക്കണേ റഹ്മാൻ. മുഅല്ലിമുൽ ഖൈറായാൽ അവരുടെ ഖബർ പ്രകാശിക്കുമെന്ന് ഹദീസിലുണ്ടല്ലോ. ആ കൂട്ടത്തിൽ അവരെ നീ പെടുത്തണേ റഹ്മാന്. അള്ളാഹു അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകണേ റഹ്മാന്. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വാലിഹ്യങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. നമ്മളേറ്റവും വലിയ അസറ്റ് നമ്മളെ മക്കളാണ്. ആ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. തന്ന മക്കൾ, തരുന്ന മക്കളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരാക്കണേ അല്ലാഹ്. ഖിയാമത്ത് വരെയുള്ള പരമ്പര മുഴുവനും ഒരൊറ്റ ബിദ്അത്തിൻ്റെയോ ലിബറലിസത്തിൻ്റെയോ യുക്തിവാദത്തിലോ ഒന്നിലും പെടുത്തല്ല അല്ലാഹ്. നമ്മളെ തന്നെ നന്നാക്കാൻ ഇത്രയും കൊല്ലം ജീവിച്ചിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടല്ലേ നമ്മളെ വളർത്തിയ മക്കൾ നന്നാവാൻ. നമ്മളും നമ്മളെ മക്കളെയൊക്കെ നീ നിൻ്റെ ഏറ്റെടുപ്പിൽ അങ്ങോട്ട് വിജയിപ്പിച്ച് തരണേ റഹ്മാന്. ഷെഹറാൻ ഇമാമിൻ്റെ മോന് അബ്ദുറഹ്മാൻ എന്ന മോന് കിതാബ് പഠിക്കാൻ താല്പര്യം കുറഞ്ഞപ്പോൾ ഷെഹറാൻ ഇമാം തംബീഹുൽ മുഖ്തരിയിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അള്ളാനെ ഏൽപ്പിച്ചു തന്നു, അതോടെ എൻ്റെ മോന് ശരിയായി. അതേപോലെ നമ്മളെയും നമ്മളെ മോനെയൊക്കെ മക്കളെയൊക്കെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. പ്രസവിച്ച് ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു കേസ് ഇവിടെ പറഞ്ഞു. അള്ളാഹുവെ ഖൈറായ രീതിയിലുള്ള ശിഫ നൽകണേ റഹ്മാനെ.
ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഒരു രോഗവും നമുക്കാർക്കും തരില്ല റഹ്മാനെ. ആരെ മുന്നിലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൈ നീട്ടേണ്ട അവസ്ഥ ഇതുവരെ നമുക്ക് തന്നിട്ടില്ല. അൽഹംദുലില്ലാ. ഒരു കാലത്തും നീ നൽകല്ല റഹ്മാനെ. അവസാനത്തെ വക്ത് വരെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഇത് ജീവിതത്തിൽ അവസാനത്തെ റമദാനാക്കല്ല റഹ്മാനെ. ഈ ദുആ ആറ്റം നീ തട്ടിക്കളഞ്ഞാൽ ശരിക്കും നമ്മൾ പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? നമുക്ക് തെറ്റുപുറത്തരാൻ ആരാ ഉള്ളത്? നീ തന്നെ ഖുർആനിൽ നമ്മളോട് ചോദിക്കണ്ടല്ലോ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ആരാ ഞാനല്ലാതെ പുറത്തേര മക്കളെ എന്ന് നീ തന്നെയല്ലേ ചോദിച്ചത്? നീയേ ഉള്ളൂ. നമുക്ക് പുറത്തു തരണേ റഹ്മാനെ, നമ്മളെ നന്നാക്കി തരണേ അല്ലാ, നമ്മളെ ദോഷങ്ങൾ പുറത്തു തരണേ റഹ്മാൻ. ഇവിടെ പങ്കെടുത്ത ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാന്. വിഷമങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ. മുത്തഅല്ലിമീങ്ങളുടെ ധാരാളം മക്കൾ, അവരെയും നമ്മളെയും ഉഖ്റവിയായ മുത്തഅല്ലിമീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. ഇമാമീങ്ങളെ ബർക്കത്തുകൊണ്ട് നമ്മളെല്ലാ ഷർറിൽ നിന്നും സലാമത്ത് നൽകണേ റഹ്മാനെ. ദുആ കൊണ്ട് പറഞ്ഞ ഒരുപാട് മനുഷ്യരുണ്ട്. എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേ റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് കാമില ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പൂത്താക്കണേ റഹ്മാനെ. ഇത് ജീവിതത്തിൽ അവസാനത്തെ മജ്ലിസാക്കല്ല റഹ്മാനെ. നിന്റെ പൊരുത്തത്തിലായിട്ട് ആഫിയത്ത് ദീർഘായുസ് നമുക്കും നമ്മളെ ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്ക് നൽകണേ റഹ്മാനെ. നമ്മളാക്കിയെടുത്ത് നമ്മുടെ ഉസ്താദുമാർ, സുൽത്താനുൽ മുസ്താദ്, കൻസുലുൽ മുസ്താദ്, ഒരുപാട് ഉസ്താദുമാരുണ്ട്. അവർ കഷ്ടപ്പെട്ട് ആരടുത്തൊക്കെയോ പോയിട്ട് കലക്ഷൻ നടത്തിയിട്ടാണ് നമുക്ക് തിന്നാൻ തന്നത്. ആ ഉസ്താദുമാർക്ക് വലിയ ദർജ കൊടുക്കണേ റഹ്മാന്, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മരിച്ചവരെ ഖബർ സ്വർഗാക്കണേ റഹ്മാന്. നമ്മളെ ഉമ്മ വാപ്പമാർ പലരും മരിച്ചു പോയവരുണ്ട്. ഭാര്യൻ്റെ ഉമ്മ മരിച്ചു പോയവരൊക്കെ ഉണ്ട്. ഫാദിൽ ഉസ്താദിൻ്റെ ഒക്കെ ഉപ്പ, ഫാദിൽ ഉസ്താദിൻ്റെ ഭാര്യ ഉപ്പ മരിച്ചതാണല്ലേ ഭാര്യൻ്റെ, അല്ലേ? അവരുടെ ദർജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അള്ളാഹു അവരുടെ ഒക്കെ ഖബർ സ്വർഗാക്കണേ റഹ്മാനെ. പ്രസ്ഥാനത്തിന് താങ്ങും തണലായിരുന്നു. അങ്ങനെ പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ ഖബർ സ്വർഗാക്കണേ റഹ്മാൻ.